ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചിരിക്കുന്നത്. മോളൊന്നുകൂടെ വായിച്ചു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി അതാ വിഷയം, ദൈവത്തിന്റെ കൈ. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് നാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്മാരുടെ വലിപ്പം അനുസരിച്ചല്ല, പ്രവചനത്തിന്റെ ആഴവും ഒക്കെ അനുസരിച്ച. ഇന്ന് വലുതും ചെറുതും ഒക്കെ വലിപ്പം അനുസരിച്ച. വലിയേറിയ വണ്ടിയെ വരുന്ന പ്രവാചകൻ വലിയ പ്രവാചകൻ, സൈക്കിളെ വരുന്ന പ്രവാചകൻ കുഞ്ഞു കുഞ്ഞു പ്രവാചകൻ. നിറവും നെടുപ്പമുള്ള പ്രവാചകൻ, ഇബ്ബായിക്ക് ഇറക്കം കൂടുന്തോറും പുള്ളി വലിയ പ്രവാചകൻ. ഇബ്ബായിക്ക് അധികം ഇറക്കവും ഇല്ല, നിറവും ഇല്ല, നെടുപ്പവും ഇല്ലെങ്കിൽ അത് കുഞ്ഞു പ്രവാചകൻ. ഞാൻ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. പ്രവാചകന്റെ വലിപ്പമോ പഠിത്തത്തിന്റെ മെച്ചമോ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല വലിപ്പ ചെറുപ്പം, പ്രവചനത്തിന്റെ ആഴമനുസരിച്ച. അല്ല, ആള് നെടുപ്പമുണ്ടേലും നെടുപ്പമില്ലെങ്കിലും, കഴിവുണ്ടേലും കഴിവില്ലെങ്കിലും, ശ്രേഷ്ഠത നമ്മൾ ചിന്തിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടേലും ഇല്ലേലും, വിശുദ്ധ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ഭൂമിയിലെ വിശുദ്ധന്മാരോ അവനിലേക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന് ശ്രേഷ്ഠരാ. സ്തോത്രം. നമ്മളെല്ലാം ദൈവത്തിന് വിലയേറിയവരാ. അതുകൊണ്ടാണല്ലോ ഇന്ന് രാത്രി ഇവിടെ വരുവാനും ഇടയായത്. അപ്പോൾ ശ്രദ്ധിക്കുക. എന്നാൽ പ്രവചനത്തിന്റെ ആഴവും അതിന്റെ പരപ്പനുസരിച്ച് തരംതിരിച്ച് പഠിക്കാൻ വേണ്ടിയാ. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. നിങ്ങൾക്കറിയാം, വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ട വ്യക്തികളാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ് വേദപുസ്തകത്തിലെ പുസ്തകങ്ങളിൽ ഹോശയ്യ പ്രവാചകൻ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചകന്മാർ. ഇതിലെ വലിയ പ്രവാചകന്മാരിൽ വളരെ വ്യത്യസ്തനായിരുന്നു യെശയ്യാവ്. ദൈവത്തിന് മഹത്വം. ഓരോ പ്രവാചകന്മാർക്കും അതിൻ്റെതായ ശൈലിയുണ്ട്, രീതിയുണ്ട്, ശുശ്രൂഷയുടെ വിധങ്ങളുണ്ട്. അത് എല്ലായിടത്തും അങ്ങനെ ഓരോ വിധങ്ങളുണ്ട്, ശൈലിയുണ്ട്. ഒരാളുടെ ശൈലിയല്ല വേറൊരാൾക്ക്. അപ്പൊ എന്തായാലും വലിയ പ്രവാചകനാകുന്ന യെശയ്യാവ്, ഈ യെശയ്യാവിനെ പറ്റി നിങ്ങൾക്കറിയാം. പഠിക്കുമ്പോൾ യെശയ്യാ പ്രവചനത്തിന് തന്നെ വിശേഷത നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്. ഒന്ന്, വേദപുസ്തകത്തിന് 66 പുസ്തകം ഉള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളായിട്ടാണ് നാം തരംതിരിച്ച് പഠിക്കുന്നത്. മാത്രമല്ല, ഈ പുസ്തകത്തിലെ വേറൊരു വിശേഷത, ഇദ്ദേഹവും പ്രവാചകന, ഭാര്യയും പ്രവാചകിയ. അത് വലിയ സന്തോഷവും അനുഗ്രഹമാണ്. ഇന്ന് ചിലയിടത്ത് ഭാര്യ പ്രവാചക രാവിലെ വായിക്കുമായിട്ടങ്ങ് പോവും. പുള്ളി കട്ടൻ കുടിച്ചാലായി, കഞ്ഞി വെച്ചാലായി. ഒരാൾ പറഞ്ഞ് തട്ടുകടയുണ്ടെന്ന്. ആയിക്കോട്ടെ, പുള്ളിക്കാർ രാവിലെ ശുശ്രൂഷയ്ക്ക് അങ്ങ് പോവും. എല്ലാവരുടെയും കാര്യമല്ല, ചിലര്, എല്ലാവരും അല്ല, ചിലര് പിള്ളേരുടെ കാര്യവും ശ്രദ്ധിക്കുകയല്ല, പുള്ളിയുടെ കാര്യവും ശ്രദ്ധിക്കുകയല്ല. അവൻ പറയാം മോളി കാപ്പി, പിന്നെ ഊപ്പി, ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴാ ആപ്പി കണത്തി കുടിച്ചേച്ച് ബാക്കി അവിടെ വെച്ചേക്കാൻ പറയും. അങ്ങനെയുള്ള ചിലരുണ്ട്. എന്നാൽ മാന്യമായി ശുശ്രൂഷിക്കുന്ന വനിതാ രത്നങ്ങളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേറൊരു പ്രവാചകയെ വെളി നാട്ടിൽ വെച്ച് കണ്ടു. സ്ഥലവും സമയവും പേരും ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, എന്തിയാ ഉള്ളി ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, നാട്ടിലുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്തിയാ അവിടെ ഉണ്ട്? പിന്നെ പുള്ളി എങ്ങനെ കഴിക്കുക? പുള്ളി ഒരു പാവത്താന. ഞാൻ 3 കുപ്പി അച്ചാറിട്ട് കൊടുത്ത ചവണ്ണെന്ന്. അവൻ അച്ചാറ് കൂട്ടി ഊപ്പാട് വരിക. അവള് അതിൽ അടിച്ച് മിന്നുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ ഇദ്ദേഹവും പ്രവാചകന്, സ്ത്രീയും പ്രവചന ശുശ്രൂഷ, രണ്ടുപേരോട് ഒന്നിച്ച് ശുശ്രൂഷിക്കുന്നതിന് ഒരു ഭാഗ്യമാണ്. അല്ല, ഭാര്യയും ഭർത്താവും ദൈവകൃപ വന്നാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ആ അനുഭവത്തിൽ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ദൈവം കൂട്ടിവരുത്തണം. സക്കറിയാവിനെ എലിസബത്തിനെ പറ്റി പറയുന്നത് അവർ ഇരുവരും, അങ്ങനെ അവർ ഇരുവരും ദൈവസന്നിധിയിൽ
നീതിയുള്ളവരും ആയിക്കോ അച്ഛേ, എവിടാന്നോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലല്ലയോ? അവർ ഇരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരും കർത്താവിന്റെ സകല കൽപ്പനകളും നീതികളും അനുഷ്ഠിക്കുന്നവരും ആചരിക്കുന്നവരുമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. രണ്ടുപേരും ഒന്നിച്ച്. അതിന് വായിക്കണ്ട മോളെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നിച്ചുള്ള ശുശ്രൂഷ. ഇപ്പൊ അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ചില വ്യത്യാസമുണ്ട്. ചിലയിടങ്ങളിൽ പരസ്യമൊക്കെ ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ പാടുന്നു. സിസ്റ്ററുടെ തലേ തുണി പോലും ഇല്ല, ശുശ്രൂഷയ്ക്ക് നിൽക്കുക. എന്തോ ശുശ്രൂഷയാന്ന് അവൻ ചുമ്മാ നോക്കി നിൽക്കുക. അവനെ കൊണ്ട് പറയിപ്പിക്കുന്നുമില്ല. ആട്ടെ, നല്ല കാര്യം. എന്തായാലും ബ്രദറും സിസ്റ്ററും ഉണ്ടല്ലോ, നല്ല കാര്യം. ഇവിടെ യെശയ്യാവും അദ്ദേഹത്തിന്റെ സഹധർമ്മണി. അപ്പോൾ അതൊരു വിശേഷമായ കാര്യമാണ്. വേറൊരു വിശേഷത ഈ പ്രവചനത്തിൽ, വേറെ പുസ്തകത്തിലെ ഏറ്റവും വലിയ പേര് ഈ പുസ്തകത്തിലാണ്. നിങ്ങൾക്കറിയാം, വായിക്കുമോളെ, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന വായിച്ചത് നിങ്ങൾക്കും അറിയാവുമെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഏറ്റവും വലിയ പേര് സൺഡേ സ്കൂളിൽ പഠിക്കുന്നതാണ്. വേറെ പുസ്തകത്തിലെ ഏറ്റവും വലിയ പേര്. നിങ്ങൾ ആരും പറഞ്ഞു കൊടുക്കണ്ട, അത് നിങ്ങൾ രണ്ടും വായിക്കുമെന്ന് അറിയട്ടെ. മുന്നേ ഇരിക്കല്ലോ വായിക്കുമായിട്ട്. പാസ്റ്റർമാരുടെ ഭാര്യമാരും എല്ലാവരും ഉണ്ട്. എഴുന്നേറ്റ് ഒന്നൊന്ന് പറഞ്ഞേ. അതാരാ പറഞ്ഞ? കൈ പൊക്കിക്ക്. അവിടുന്ന് കണത്തിൻകര എന്നാ വന്നേ. വായിച്ച മോളെ 8:2 യെശയ്യാവ് 8:2 പെട്ടെന്ന് വായിച്ചു. കൊച്ചുങ്ങൾക്ക് എടുക്കാനും താമസമാണ്. പുതിയ ബൈബിളാണോ? താളം അറിയുന്നില്ല അല്ലേ? കൺവെൻഷന് വേണ്ടി കൊണ്ടുവന്ന താളം അറിയുന്നില്ല. വായിക്കോ വെച്ചു മോളെ, വായിക്കേ. പിന്നെ വായിച്ചു. ഞാൻ ഊരിയ പുരോഹിതനെ 1 മുതൽ വായിച്ചു. യഹോവ എന്നോട് കൽപ്പിച്ചത് നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ മഹേർ ഷാലാൽ ഹാഷ് ബസ് എന്ന് എഴുതുക. ഒരു പേരാ, വലിയൊരു പേരാ. അപ്പൊ ഈ പ്രവചന പുസ്തകത്തിൽ ആ പേര്, അങ്ങനെ വലിയ പേരുകളുണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ, ഇപ്പോൾ ഓർക്കുന്ന മലയാളം സെക്കൻഡ്, നിങ്ങളും പഠിച്ചതാ മലയാളം സെക്കൻഡ്. അതിന്റെ പേര് ധർമ്മരാജ. പഠിച്ചാന്നോ ആരിലും? ധർമ്മരാജ. അപ്പൊ ആ ധർമ്മരാജയിലെ പല ആൾക്കാരുടെ പേരുകളുണ്ട്. ആ പേരിലെ ഒരു പേര് ഞാൻ തെറ്റിച്ചതിന് എനിക്ക് എംബോസിഷനും എഴുതിപ്പിച്ചു, കൂടെ പറയാം. അതുകൊണ്ട് ഇപ്പോഴും ആ പേരെനിക്ക് തിട്ടവാ. ആ പേരിങ്ങനെ, അലിഗസൻ കുഞ്ഞ് പോക്ക് മൂസ മരക്കായർ നൂഹ് കണ്ണ്. ഒരാടെ പേരാ. അലിഗസൻ കുഞ്ഞ് പോക്ക് മൂസ മരക്കായർ നൂഹ് കണ്ണ്. അത്ര നീളമില്ലെങ്കിലും ഇതും ചില നീളമുള്ള പേരാ. അപ്പോൾ ഈ പ്രവചന പുസ്തകത്തിന്റെ ഒരു വിശേഷത പറഞ്ഞതേ ഉള്ളൂ, ഏറ്റവും വലിയ പേര്. മാത്രമല്ല, ഈ യെശയ്യാ പ്രവചനത്തിന്റെ വേറൊരു വിശേഷത, പ്രവാചകന്റെ വിശേഷത നിങ്ങൾക്കറിയാം. ഒന്നുകൂടെ ഓർപ്പിക്കുക. വേദ പഠിതാക്കൾ, വേദ ചിന്തകന്മാർ, വേദപുസ്തകം അയവിറക്കുന്ന പ്രിയപ്പെട്ടവർ, പഠിച്ചവർ യെശയ്യാ പ്രവാചകന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമായ പദപ്രയോഗം നമുക്കറിയാം. ഇദ്ദേഹം സുവിശേഷ പ്രവാചകനാണ്. യെശയ്യാ പ്രവാചകനെ സുവിശേഷ പ്രവാചകൻ എന്നാണ് പലരും വിളിച്ച് പരിചയപ്പെടുത്തുന്നത്. കാരണം എന്താ സുവിശേഷം? ഇവിടെ കേട്ട് കഴിഞ്ഞു. ഒന്നുകൂടെ ആവർത്തിക്കുക. സുവിശേഷം മതം മാറ്റുകയല്ല, ആൾക്കാരെ കൂട്ടുകയല്ല, ഓളവും ബഹളവും ആളും കൂട്ടി അലപ്പറയുണ്ടാക്കുന്നതല്ല, ആമൻ നിർബന്ധിച്ച് മതം മാറ്റുന്നതല്ല, കാശ് കൊടുത്തതിനകത്ത് ചേർക്കുന്ന മാർഗമല്ല, കണ്ണടച്ച് ഫോട്ടോ എടുത്ത് അമേരിക്ക കൊടുത്ത് കാശൊപ്പിക്കുന്നതൊക്കെ പണ്ട് കുറെ പൊട്ടന്മാര് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ആട്ടെ, ഇതങ്ങനല്ല. സ്തോത്രം. തയ്യൽ മെഷീൻ കൊടുത്ത ആളിനെ കൂട്ടുകയല്ല, ബാത്റൂം പണിത് തരാൻ ഞങ്ങളുടെ കൂടെ അതിന് അതുമല്ല സുവിശേഷം. വീട് 2 മുറി അടുക്കളയും ചായ്പുമായിട്ട് വെച്ച് കൊടുക്കുന്നതല്ല സുവിശേഷം. അതൊക്കെ ഇതിന്റെ ഭാഗങ്ങളായിരിക്കും. സുവിശേഷം എന്ന് പറഞ്ഞത് ആമൻ മതപ്രസംഗമല്ല, ആമൻ തത്വസംഹിതകൾ നിരത്തുകയല്ല, പ്രത്യേക ശാസ്ത്രത്തെ പറ്റി വാദോരാതെ വിസ്തരിക്കുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, യാ കർത്താവ് ഇന്ന് രാത്രി എന്ന നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യനായി കാണപ്പെട്ടോനെ
വേഷത്തിൽ മനുഷ്യനായി. എന്ത് ചെയ്യാ നമ്മുടെ പാട്ടുകാരൻ? എന്ത് ചെയ്യാ? ആരാ പാടിക്കൊണ്ടിരുന്നത്? ഈ പാട്ട് അറിയത്തില്ല. അത് വേണ്ടെന്ന് പാടാൻ. പാടിയതാരാ? പാടിയ ഓച്ചാവാൻ. എന്റെ ജഗന്നെ നന്ദിയോടെ. എല്ലാവരോടും പാടിക്കാതാണല്ലോ. ഓ എന്റെ ജഗന്നെ നന്ദിയോടെ, ജഗന്നെ നന്ദിയോടെ, മാട്ടിൻ കൊഴുത്തിൽ പിറന്ന ഓ മാട്ടിൻ കൊഴുത്തിൽ പിറന്ന അറിയാവുന്ന പാട്ട് പാടുമ്പോ എല്ലാവരും പാടിക്കോണം. താളം തെറ്റിക്കരുതെന്നേ ഉള്ളൂ, എന്നെ വെട്ടിനകത്താക്കരുത്. അപ്പൊ ശ്രദ്ധിക്കുക, അറിയാവുന്നൊരു ചേർന്ന് പാടിക്കോണം. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം അതൊരു വ്യക്തിയാ, മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. ഒരു വിഭാഗക്കാർക്ക്, ഒരു ഗ്രൂപ്പുകാർക്ക്, അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ളവർക്ക്, ഒരു താലൂക്കിൽ, ഒരു വാർഡിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു ജില്ലയിൽ, ഒരു സംസ്ഥാനത്തുള്ളവർക്ക് മാത്രമല്ല, ഒരു രാജ്യത്ത് വേണ്ടി മാത്രമല്ല, സുവിശേഷം മുഴു ലോകത്തിനും വേണ്ടിയാണ്. ഇന്ന് രാത്രി ആ സുവിശേഷം കൊണ്ട് മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ. സുവിശേഷം വന്നത് കൊണ്ടാ നമുക്കിങ്ങനെ അന്തസ്സായിട്ടിരിക്കാനും വരാനും പോകാനും ഒത്തത്. ഇല്ല, ഇതൊന്നും നടക്കുന്ന കേസല്ലായിരുന്നു. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിന്റെ മഹത്വം. അടിമ സമ്പ്രദായം നിർത്തിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറാനിടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. വീറും വൃത്തിക്കും തുണി ഉടുത്തോണ്ട് നടക്കാനിടയായത് സുവിശേഷം വന്നത് കൊണ്ടാണ്. 2 ഇംഗ്ലീഷ് പറയാനൊത്തത് പറ. പിന്നെ പള്ളിക്കൂടത്തിൽ പോലത്തെ ഇന്ന കയറി ഗ്ലോറി എന്നൊക്കെ പറയുന്നത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. അല്ല, നീ അവിടെ പോയി കിടന്നിരുന്നെങ്കിൽ യൂട്ടും കത്തിച്ച് അതിലെല്ലാം നടന്നേനും. സ്തോത്രം. പറയുന്ന തൊട്ട് ആർക്കും പിടികിട്ടുകയില്ല. സ്തോത്രം. അമ്മ എന്നാന്ന് പോലും ഇംഗ്ലീഷ് അക്ഷരം പോലും അമ്മയ്ക്ക് അറിയാമല്ലോ. വെച്ച് കീച്ചുക ഗ്ലോറി സുവിശേഷം വന്നതുകൊണ്ടാണ്. പപ്പറ ഇരുന്ന് തങ്ക ഇരുന്ന് പറയാം വിക്ടറി. ഇത് എന്നതാന്ന് പോലും ചിലർക്ക് അറിയാൻ മേല. എഴുതി തരാൻ പറഞ്ഞ അമ്മ വേണം എഴുതിയാൽ മതി എന്ന് പറയും. എന്നാലും വെച്ച് കീച്ചുക. കാരണം ഈ സുവിശേഷം വന്നത് കൊണ്ടാണ്. പിന്നെ അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാനൊക്കത്തില്ല. ഈ മാന്യമായിട്ട് ഇടപെടാനും ഒക്കെ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാണ്. പണ്ട് കാലത്ത് കുറച്ചുകൂടെ അങ്ങ് പുറകോട്ട് പോയി. എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും ചിലര് അമ്മ ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞാൽ ഗ്ലാസ് മങ്കടത്തിൽ മുക്കി തള്ളയുടെ 2 പേരിൽ ഗ്ലാസിനകത്ത് കാണും. എന്നാ കുടി. എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ ദാഹം ഉള്ളത് കൊണ്ട് നമ്മൾ വലിച്ച് ഇച്ചിരൂടെ തരാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ അത് തന്നെ. എന്നാൽ സുവിശേഷം വന്നു കഴിഞ്ഞപ്പം അലൂമിനിയം ഗ്ലാസ് ആദ്യം തേച്ച് കഴുകി വൃത്തിയാക്കി ചിലപ്പോൾ അത് വേറൊരു പീലീസിന്റെ പുറത്തോട്ട് വെച്ചേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സുവിശേഷം വന്നതുകൊണ്ട്. സുവിശേഷം വന്നതുകൊണ്ടാണ്. ഒരൊച്ചപ്പാടുണ്ടായ പണ്ടായിരുന്നെങ്കിൽ തള്ളയെടുത്ത് ഓടുക. അവിടെ ചെന്ന് ആ തോർത്തിന്റെ കാര്യം ഓർക്കുന്നത് ഉദാഹരണമായി പറയുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല. വീട്ടിൽ നിന്നാലും വീറും വൃത്തിക്കാൻ നിൽക്കുന്നത്. ഇതെല്ലാം സുവിശേഷം വന്നതുകൊണ്ടാണ്. യോഗ്യമായി മാന്യമായിട്ട് ഇടപെടാനും അന്തസ്സായിട്ട് ജീവിക്കാനും ഇടവരുത്തിയത് സുവിശേഷം. അതുകൊണ്ട് എവിടെയും പറയാൻ കൊള്ളാവുന്നത് ആ സുവിശേഷം. ആരോടും പറയാൻ കൊള്ളാവുന്നത് ആ സുവിശേഷം. എവിടെയും ഉയർത്താൻ കൊള്ളാവുന്നത് ആ സുവിശേഷം. ആ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുവാൻ ദൈവം സാവകാശം ഒരുക്കി. അതിന്റെ മുമ്പിൽ പ്രവർത്തിച്ച കർത്തദാസനെയും ഈ മാന്യ സഭയെയും ചുമതലപ്പെട്ടവരെയും പിൻപിൽ അധ്വാനിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാരംഭത്തിൽ ആശീർവദിക്കുക. അപ്പോൾ സുവിശേഷം അത് യേശു ക്രിസ്തു ദൈവത്തിന്റെ മഹത്വം എവിടെയും ഉയർത്തണം.
അതെ, ആ സുവിശേഷ പ്രവാചകനാണ് യെശയ്യാവ്. അതിന്റെ കാരണം ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി മുതൽ, അല്ല തിരുപ്പിറവിക്ക് മുൻപുള്ള വിഷയം മുതൽ, ക്രിസ്തുവേശുവിന്റെ പൂർവാസ്തിത്വം, നിത്യാസ്തിത്വം, അവിടുത്തെ പുരാതനത്വം, ഇതെല്ലാം ആത്മാവിൽ കണ്ട് ദർശിച്ച് യേശു ക്രിസ്തു ജനിക്കുന്നതിന് നൂറുകണക്കിന് വർഷം മുമ്പ് ആത്മാവിൽ കണ്ട് അടുക്കടുക്കായിട്ട് എഴുതി, അല്ലെങ്കിൽ പ്രവചിച്ച് എഴുതി ക്രമപ്പെടുത്തിയ പ്രവാചകനാണ് യെശയ്യാവ്. അവിടുത്തെ തിരുജനനം എങ്ങനെ ജനിക്കും, എവിടെ ആയിരിക്കും, ആ തിരുജനനത്തിന്റെ വിശേഷത മാത്രമാണോ അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷകരുടെ ആരംഭ ദിശകൾ, അവിടുത്തെ ശുശ്രൂഷകരുടെ വിശേഷത, അവിടുത്തെ ശുശ്രൂഷക ജനത്തിനുണ്ടാകുന്ന വിടുതൽ, എന്തിനാണ് അവിടെ നീ ശുശ്രൂഷിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നത് മാത്രമാണോ അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, പങ്കപ്പാടുകൾ, പീഡകൾ, വിശേഷിച്ച് 52-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ കണ്ണികയും 53-ാം അധ്യായം മൊത്തവും അവിടുത്തെ പങ്കപ്പാടുകളും വ്യതകളും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടെ അനുഭവിച്ച വ്യതകളെ പറ്റി ആത്മാവിൽ കണ്ട് അടുക്കടുക്കായി പ്രവചിച്ച് ആ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയ പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആമേൻ. മാത്രമാണോ അവിടുത്തെ അടക്കത്തിൽ എങ്ങനായിരുന്നു സമ്പന്നന്മാരോടുകൂടെ, അതും പ്രവചിച്ചു. മാത്രമല്ല ഉയർത്ത് കഴിഞ്ഞുള്ള പ്രത്യക്ഷത മാത്രമാണോ സ്വർഗാരോഹണം, സ്വർഗാരോഹണം മാത്രമാണോ വീണ്ടും വരവ് മാത്രമാണോ, അല്ലല്ല 1000 ആണ്ട് വാഴ്ച, ആമേൻ 1000 ആണ്ട് വാഴ്ച മാത്രമാണോ, ആമേൻ നിത്യത. ഈ വിഷയങ്ങളെല്ലാം അടുക്കടുക്കായി ക്രിസ്തുവേശുവിനെ പറ്റി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് ഇദ്ദേഹം സുവിശേഷ പ്രവാചകനാ. ഇന്ന് രാത്രി ഒരു കാര്യം ദൈവമക്കളോട് പറയാ, അവസരം കിട്ടുമ്പോൾ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. അവസരം കിട്ടുമ്പോൾ യേശുവിനെ പറ്റി പറയണം. നീ വേറെ ആരെ പറ്റിയും പറഞ്ഞില്ലെങ്കിൽ യേശുവിനെ പറ്റി പറയണം. തിയോളജി എല്ലാം ഒന്നും ഇറക്കണ്ട, ഉത്തരം പറഞ്ഞാൽ മതി. യേശു രക്ഷിക്കും, യേശു പാപം മോചിക്കും, യേശു സമാധാനം നൽകും, യേശു നിന്നെ വീണ്ടെടുക്കും, യേശു നിനക്ക് ആശ്വാസം നൽകും, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവനാ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ യേശുവിനെ ആരുയർത്തും, ആ ഉയർത്തുന്നവരെയും ആ ദേശത്തെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുനായകൻ സമാധാനം, നായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം അലരുന്ന മനമേ, എന്തിനാകുലം അലരുന്ന മനമേ. സഹായകനവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ, ലോക പോരിതിൽ അനുദിനം ജയമേ, ലോക പോരിതിൽ അനുദിനം ജയമേ. യേശു നായകൻ സമാധാനദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം അലരുന്ന മനമേ, എന്തിനാകുലം അലരുന്ന മനമേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രിയാണ് ആ സുവിശേഷം. ക്രിസ്തു എങ്ങനെ ജനിക്കും? അത് യെശയ്യാവ് പറഞ്ഞു, നമുക്കറിയാം. 7:14 വായിച്ചോ, 7:14. പെട്ടെന്ന് വായിച്ചോ, മോളെ ചടികിടാന്ന് വായിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കണ്ടോ, കന്യക സൂനുവായി അവിടുന്ന് ഈ ഭൂമിയിൽ പിറക്കും. അത് പ്രവചിച്ചയാള് യെശയ്യാവ. ക്രിസ്തുവേശുവിന്റെ കന്യാജനനത്തെ പറ്റിയൊക്കെ പണ്ടൊക്കെ ഒത്തിരി തർക്കം നടന്നത്, ഇപ്പോഴും തർക്കിക്കുന്നവരുണ്ട്. പണ്ട് പേരൊന്നും പറഞ്ഞിട്ട് 2 പേര് തർക്കിച്ചു, കന്യക എങ്ങനെ ഗർഭിണിയാകുന്നെന്ന്. അപ്പം ചോദിച്ചയാള് ആ ആളോട് ബന്ധപ്പെട്ട് മറുസൈഡിൽ നിന്ന് അങ്ങോട്ട് ചെന്നു,
ചെവിക്കകത്തൂടെ കൊച്ചു വരാങ്ങി കന്യക പ്രസവിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കൊടുത്ത് തൊട പിളന്ന വേറൊന്നിനെ എടുത്തത്. എന്നാ പിന്നെ യോഗ്യമായിട്ട് പ്രസവിക്കുന്നില്ലയോ കുറച്ചുകൂടെ? അങ്ങനെ ഞാൻ പറഞ്ഞല്ല, എൻ്റെ മങ്ങായിക്ക് പിടിക്കാൻ വരരുത്. എല്ലാവരും തന്നെ ഒന്ന് കാണാനിരിക്കുക. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുവൽ ഇവൻ താനേ. ചുരക്ഷകൻ ഇവൻ താനേ. യൂതന്മാർ അനുദിനം കാൺമാൻ കാത്തിരുന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. യൂതന്മാർ അനുദിനം കാൺമാൻ കാത്തു നിന്ന ദൈവത്തിൻ മിശിഹായും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തു ചുരക്ഷകൻ ഇവൻ താനേ. അപ്പൊ ശ്രദ്ധിക്കുക, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് യെശയ്യാവാ പറഞ്ഞത്. അവിടുത്തെ തിരുപ്പിറവിയെ പറ്റി പ്രവചിച്ചതും 9:6 നമുക്കറിയാമല്ലോ. വായിച്ചോ 9:6. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ വിശേഷതകളും എല്ലാം അടുക്കിടക്കായിട്ട് പ്രവചിച്ചിരിക്കുക. അത് യെശയ്യാവാ. മാത്രമല്ല ഇടയ്ക്ക് കയറി പറയാ കൊച്ചിലെ കഴിച്ച എന്നാന്ന് എഴുതിയിട്ടുണ്ട്. എന്തുവായിരുന്നു? അൻപയറോ ധൈര്യം തേനും അടിച്ചു മാറ്റിയൊന്നുമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം അടുക്കടുക്കായിട്ട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്, ദൈവത്തിന്റെ മകൻ. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്രിസ്തുയേശുവിന്റെ ജനനം മുതല് അവിടുത്തെ ശുശ്രൂഷ, കന്നിപ്രസംഗം, ആദ്യത്തെ പ്രസംഗം അതെവിടാന്നും പ്രവചിച്ച് 9:1 വായി. 9:1 വായിച്ചു. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. എന്നാ ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന്. മുമ്പേ കഷ്ടത്തിലെന്ന് വായിച്ച പോലെ എനിക്ക് അങ്ങ് തോന്നി. എന്നാലും വായിച്ചു. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. തിമിരം നിൽക്കത്തില്ല. കഷ്ടത, തിമിരം. പിന്നെ പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയ ദേശം. അപ്പൊ കഷ്ടം, തിമിരം, ഹീനത. പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ക്രിസ്തുയേശുവിന്റെ കന്നിപ്രസംഗത്തെ പറ്റി യെശയ്യാവാ പ്രവചിച്ചത് എന്ന് പറഞ്ഞാൽ, ധ്യാനപ്പെട്ട പരീക്ഷകളെല്ലാം കൂടെ കഴിഞ്ഞ് സൂക്ഷ ഇങ്ങോട്ട് വന്ന് പ്രസംഗിക്കുന്ന സ്ഥലം യെശയ്യാവാ പ്രവചിച്ചത്. 4:12 വായിച്ചോ മോളെ. മത്തായി 4:12. ഈ ഭാഗമാ മത്തായി 4:12. പെട്ടെന്ന് വായിച്ചോ, രണ്ടുപേരും ഒത്തോണ്ട് വായി. പെട്ടെന്ന് വായിച്ചു.
യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസറേത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. അടുത്തത് സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീല. ഇതിന് പണ്ട് കാബൂൾ ദേശം എന്നാ പറയുന്നത്. കാബൂൾ ദേശം ജാതികളുടെ ഗലീല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവെഴുത്ത് വായിച്ചു ചെയ്യേണ്ട. താളിഞ്ഞോട്ട് മറിക്കുമ്പോൾ വലത്ത് വശത്തെ കണ്ണിക 9:10 വായിച്ചു. അവൾ രാജാവിന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9:10 ആണോ? എനിക്ക് തെറ്റിയാന്നോ? ശലോമോൻ യഹോവയുടെ ആലയം. അതേതാ? അപ്പം മറ്റേതോ? അപ്പൊ ഇനി ഇതുമായിരുന്നു. ശലോമോൻ യഹോവയുടെ ആലയം. അവന്റെ വിഷയം ആയതുകൊണ്ടായി തെറ്റുന്നത്. അതാ ശലോമോൻ യഹോവയുടെ ആലയവും അരമനയും ഏതാണ്ട് 20 കൊല്ലം കൊണ്ട് പണിതു. അടുത്ത വാക്യം. പണിത ശേഷം സോർ രാജാവാകുന്ന ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സരളയും വരുന്നുണ്ട്. കുഴപ്പമില്ല, ഇരിക്കട്ടെ, സരള ഇരിക്കട്ടെ. സ്വർണവും കൊടുത്തിരിക്കുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് ഹീരാം ശലോമോന്റെ അടുക്കലേക്ക് വരികയാ. അടുത്തത്. എന്നാൽ അവന് ബോധിച്ചില്ല. ഇയാൾക്കത് ബോധിച്ചില്ല. എന്നാൽ ബോധിക്കാത്തതായി ഒപ്പിച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ ചെല്ലി ഒപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തെന്ന് പേരും എന്ന ഗുണം വരികയില്ല. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. ഒരു പ്രഗത്ഭരായ വീട്ടുകാരാ, ഭയങ്കര ദാനധർമ്മമൊക്കെ ചെയ്യും. അപ്പൊ അവരെ പറ്റി പറഞ്ഞ് ഗുണം പിടിപ്പിക്കുകയല്ല. കൊടുക്കുന്നവന് അവന് ഗുണം വരാത്ത രീതിയിൽ ഇവര് കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പേരൊന്നും ഞാൻ പറഞ്ഞില്ല. 5000 രൂപ അവൻ ഒന്നിച്ചു കൊടുക്കേണ്ടതാ. അത് 10 പ്രാവശ്യമായിട്ടേ കൊടുക്കുകയുള്ളൂ. ഗുണം വരുന്നുണ്ടോ? അപ്പൊ അതിനെപ്പറ്റി അയലത്തുകാരുള്ള എന്നോട് സാക്ഷി പറഞ്ഞു. അവരെ ആ വീട്ടുകാർ കുഴപ്പമില്ല, കൊടുക്കും. അവരെ പറ്റി സാക്ഷ്യമാ. അവര് കപ്പ കൊടുക്കും, കപ്പത്തണ്ട് കൊടുക്കുകയല്ലെന്ന്. വീട്ടുകാരാരെന്ന് പറഞ്ഞാൽ ചായച്ചാൻ അറിയാവുണ്ട്. ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. അവര് കപ്പ കൊടുക്കും, കപ്പത്തണ്ട് കൊടുക്കുകയല്ല. മനസ്സിലായി കാണുമല്ലോ. കപ്പത്തണ്ട് കൊടുത്താൽ അവനത് കൊണ്ട് കുഴിച്ചിട്ട് കപ്പ കളിച്ചാൽ അതിൽ നിന്ന് അവനൊരു 10-20 തണ്ട് കിട്ടും. പിന്നെ അവനത് മെച്ചമാകുമല്ലോ. പിന്നെ ഇങ്ങോട്ട് കപ്പയ്ക്ക് വരണോ? വേണ്ട. അപ്പൊ ഇവര് ഇവൻ വന്ന് കപ്പയ്ക്ക് നിൽക്കണം. നിങ്ങൾക്ക് അത്ര പിടികിട്ടി കാണും. മതി, ഗുണം വരുത്തുകയല്ല എന്ന് പറഞ്ഞ പോലെ ഇവൻ ഗുണം വരുത്തുന്നില്ല. 20 പട്ടണം കൊടുത്തു. ഇത് കാണേണ്ടതിന് പുള്ളി വന്നു. അടുത്തത്. എന്നാൽ അവന് ബോധിച്ചില്ല. അടുത്തത്. സഹോദര, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ പട്ടണം എന്ത് എന്ന് ചോദിച്ചു. അടുത്തത്. അവയ്ക്ക് ഇന്ന് വരെയും കാബൂൾ ദേശം ഇരുണ്ട ദേശമാ, അന്ധകാര ദേശമാ. ഈ ദേശമാണ് നഫ്താലിയുടെ സെബുലൂന്റെ അതിരും. ഈ ദേശത്താണ് യേശുവിന്റെ ആദ്യത്തെ കന്നിപ്രസംഗം. അതാ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന 4:12 വായിച്ചോ? മത്തായി പെട്ടെന്ന് വായിച്ചോ? മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12 മുതൽ ഓടിച്ചു വായിച്ചേ പെട്ടെന്ന്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രത്ത് വിട്ട് സെബുലൂന്റെയും നഫ്താലിയുടെ മതിലുകളിൽ കടൽക്കരയിലുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും പിന്നെ ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞാൽ യേശു ദേശത്ത് എന്നപ്പോൾ വെളിച്ചമുണ്ടായി. യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകാശിച്ചാൽ അവന്റെ ജീവിതം പ്രകാശപൂരിതമാകും.
ഹൃദയത്തിന്റെ ഇരുണ്ട അനുഭവങ്ങൾ മാറും യേശു ഉള്ളത്തിൽ വരുമ്പോൾ. എത്ര വ്യക്തികൾ രക്ഷപ്പെട്ടു മദ്യപാനത്തിലും വെറിക്കൂത്തലും ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും സഭക്കാർക്കും ദേശക്കാർക്കും എല്ലാം പേടി സ്വപ്നമായിട്ടും അവൻ ആരാലും ഒതുക്കുവാനും അവൻ ആരാലും അടക്കുവാനും കഴിയാതെ അവൻ വെറിയന്മാരായി ജീവിച്ച എത്രയോ പേർ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തു. അവർ കുഞ്ഞാട് പോലായി അവരുടെ ജീവിതം പ്രകാശപൂരിതമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥത്തിനോ പോലീസിന്റെ ലാത്തിക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ അവൻ നിന്റെ സമുദായത്തിനോ സംഘടനകൾക്കോ ഒന്നും നിന്നെ രക്ഷയിലേക്കും പ്രകാശത്തിലേക്ക് നടത്തുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ക്രിസ്തു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാണ്. ഓരോ വീട്ടിലും യേശു വന്നത് കൊണ്ട് വീടിന്റെ മുഖച്ചായ്ക്ക് മാറ്റം വരുന്നില്ലേ? വന്നിട്ടില്ലേ? കഞ്ഞി വെച്ചാൽ കുടിക്കാനൊക്കെ കലവും തല്ലിപ്പൊട്ട് ജോറെടുത്ത് മുറ്റത്തോട്ട് പറഞ്ഞ് തള്ള ഓടി അപ്പുറത്തെ വീട്ടിൽ കയറി പാത്തു ഇരുന്ന് കൊച്ചുങ്ങൾ പോയി വാഴയുടെ മൂട്ടിലും ഇരുന്ന് തള്ള ഓടിയപ്പം വെട്ടുകുടിക്കകത്തും പോയി നടന്ന സംഭവങ്ങൾ അതിൽ പറയാന്ന്. അവനവധാനം ബോധക്കേടായിട്ട് അവിടെ കിടന്ന് എത്രയോ കുടുംബങ്ങള്. പക്ഷെ ആ കുടുംബത്തിൽ യേശു വന്നു, അരാജകത്വം മുഴുവൻ മാറി. നീ 3 ഓലക്കീറും തൂക്കി നീയും കയറി, പട്ടിയും കയറി, അതിന്റെ പുറകെ പൂച്ചയും കയറി, പന്നിയും വന്ന് നോക്കി. പണ്ടേ കാരണം ഗതിയില്ലല്ലോ, ഗത്യന്തരമില്ലല്ലോ. കിട്ടുന്നത് മുഴുവൻ കുടിക്കുകയല്ലേ, നശിപ്പിക്കുകയല്ലേ. ആ സ്ഥിതിക്ക് മാറ്റം വന്നില്ലേ? ആ ചെറ്റപ്പര ഇരുന്നിടത്തൊക്കെ യോഗ്യമായ വീട് ദൈവം തന്നില്ലേ? ഇത് അമേരിക്കന്ന് തായ്പ് തന്ന കാശല്ല. നീയെ മദ്യപാനം നിർത്തിയപ്പോൾ അതിന്റെ കാശ് മിച്ചം വന്നെന്ന്. അല്ല തായ്പൊന്നും ഇപ്പൊ ഒന്നും തരുന്നില്ല. അയാൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്നും പറഞ്ഞിരിക്കുക. പിന്നെ ഞാൻ ഓട്ടോ എറണാകുളത്ത് ചെന്നപ്പോൾ ഒരു ഓട്ടോ കയറി, ഇപ്പോഴല്ല വർഷങ്ങൾ ഓട്ടോയിൽ കയറി ഒരു സായിപ്പ് ഒരു ഓട്ടോ പിടിച്ചു. ഒരേ സ്ഥലത്ത് നിന്നാ പിടിച്ച്. സൂക്ഷം ഞങ്ങൾക്ക് ഒരേ സ്ഥലത്തായി ഇറങ്ങണ്ടേ. ഞാൻ ഇറങ്ങണ്ട ഓട്ടോക്കാരൻ മറ്റേ ഓട്ടോ തൊട്ട് പിടിക്കുക വരിക. എന്നോട് പൈസ ചോദിച്ചു, ഞാൻ പൈസ കൊടുത്തു. സായിപ്പിനോട് ഈ സെയിം പൈസ അയാൾ എന്ത് ചെയ്താൽ കൊടുക്കുകയല്ല. പുള്ളിപ്പണന്ന് അത്ര ഇല്ലെന്നാ. അപ്പം കുറച്ചുകൂടെ സായിപ്പിനേക്കാളും നല്ലത് സായിപ്പൊന്നുമല്ല, ദൈവം തമ്പുരാൻ ചെയ്യുന്നതാ. ഒലിച്ച് നീ നടക്കുകയില്ലായിരുന്നോ അങ്ങ് പള്ളിക്കത്തോട്? അത് രക്ഷിക്കപ്പെട്ടപ്പോ അതിന്റെ കാശ് ബാലൻസ് വന്നു. എനിക്ക് 3 പാക്കറ്റ് ചാർമിനാർ വേണമായിരുന്നു. 3 പാക്കറ്റ് പഴയതാ, ഒന്നും അറിയാൻ മേല, വലിയ ചോദ്യം വെച്ചിരിക്കുന്നവനൊക്കെയാ. അപ്പം ചാർമിനാർ എന്ന് പറഞ്ഞിട്ട് ചാർമിനാർ നീ ഇപ്പോഴും പമ്മി ഇരുന്ന് എവിടെ ഇരുന്നാന്നൊന്നും ഞാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ദൈവത്തിന്റെ മകത്വം. അപ്പൊ മാനസാന്തരപ്പെട്ടപ്പോൾ ചാർമിനാറിന്റെ പൈസ നിനക്ക് ലാഭമായി. അത് നീ മോളിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു അല്ലേ? കുടിച്ച് നീ കൂത്താടി നടക്കുകയായിരുന്നു. യേശു ഉള്ളത്തിൽ വന്നപ്പോൾ മാനസാന്തരമുണ്ടായി. ആ പൈസയും ബാക്കി വന്നു ഇല്ലേ? പറ. യവക്ക് കമ്മല് വേണമായിരുന്നു, ജലജമാല അല്ല മരവാ. 6 മാസം കുടുംബം പ്ലേറ്റ് ചെയ്യണം, അങ്ങനല്ലേ ലില്ലി? സത്യം പറ. 6 മാസം കുടുംബം ഒന്നും അറിയാൻ മേല. സത്യം പറ. 6 മാസമല്ലേ? അതോ അത്രയോ? 1 ആണോ? 6 മാസം എനിക്കറിയാന്ന്. പിന്നെ ഇല്ലെങ്കിൽ കറക്കും. പിന്നെ അവ ഈ പ്ലേറ്റാ. അപ്പൊ 6 മാസം കൂടുമ്പോ ഇത് എന്ന് പ്ലേറ്റ് ചെയ്യണം. കാശല്ലേ? സ്തോത്രം. പെന്തിക്കോസ് വന്നപ്പോൾ അതങ്ങ് മാറ്റി. ലാഭമാന്നേ പ്ലേറ്റ് ചെയ്യുന്നതിന്റെ പറ. ലാഭമാന്ന്. കാലേ കമ്മലുണ്ടായിരുന്നു. ചിലപ്പം ഫാഷനൊക്കെ ഇറങ്ങുമ്പോൾ ചിലര് മാറും.
ഇത് അങ്ങോട്ട് കൊടുത്ത് ചിച്ചിരയും കൂടെ കൊടുത്ത് തട്ടാനോട് പറയും പണിക്കുറ്റം തീർത്ത് എനിക്ക് മഴത്തുള്ളി കമ്മൽ മതി, ആട്ടാവല്ലോ. നീ ഒത്തിരി ആട്ടി. പക്ഷെ നീ മാനസാന്തരപ്പെട്ടപ്പോൾ അതിന്റെ പൈസ ലാഭം വന്നു. മനസ്സിലായോ? പണ്ട് നീ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ കടം മേടിച്ച ഓണം കൊണ്ട് നടന്നത്. ഉത്രാട ചന്തയ്ക്ക് നീ കടം മേടിച്ച എന്തെങ്കിലും പോകും, ഏത്തക്കായി മേടിച്ച ഉപ്പേരിയും വറുത്ത് ശർക്കര വരട്ടിയും പിന്നെ വറക്കാവുന്ന മുഴുവൻ വറുത്ത് പൂശനിൽ വെട്ടിയിട്ട് പിന്നെ ക്രിസ്തുമസിന് ആഘോഷം, ഈസ്റ്റർ, ഈ കൃപയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും ഇല്ല. എല്ലാ ദിവസവും നല്ലതാണ്, എല്ലാ ദിവസവും. ഇതിൻ്റെയൊക്കെ ലാഭമാണെന്നായി പറയുന്നത്. അതായി മനസ്സിലായോ? തന്നെയല്ലേ നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്തെല്ലാം സാധനം വേണം? കൺമഷി വേണമായിരുന്നു, വേണ്ടേ? സത്യം പറ. ഇപ്പൊ അത് ലാഭമായേ. പൊട്ട് വേണമായിരുന്നു. ഇവിടെ ഒരു പൊട്ട്, എൻ്റെ മേളിൽ ഇതിനടിയിൽ ചെറിയ ഒരു കുനിപ്പ്, ഇവിടെ സിന്ദൂരം. അതാ സിന്ദൂരം. അത് ലാഭമായേ. നിസാരമായി. ഇതൊക്കെ ലാഭമാണെന്നായി പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം. ഓരോ ചടങ്ങിനും പുതിയ വസ്ത്രം വേണ്ടേ? ഇപ്പൊ കൃപ വന്നു കഴിഞ്ഞപ്പം ദൈവമായിട്ട് അതുപോലെ ആത്മീക ബന്ധം വന്നപ്പം മതി, 2 വെള്ള തുണി മതിയെന്ന്. കളറൊന്നും അങ്ങനെ അധികം വേണ്ട. ഇതെല്ലാം ലാഭകരമായ കാര്യമാണെന്നാ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ആയ്പ കൊണ്ട് കാശ് തന്ന് വീട് വെച്ചതല്ല. ഇങ്ങനെയൊക്കെ ലാഭമായി. ദൈവം അന്നേരം വഴി തുറക്കും. ചിലരുള്ളത്തോടൊക്കെ ദൈവം ഇടപെടും. അങ്ങനെയൊക്കെയായി കൃപയിൽ വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് മാറ്റം വരുന്നത്. എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് അനുഭവിച്ചവർ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. എത്ര കുടുംബങ്ങൾ പ്രകാശപൂരിതമായി. എത്ര കുടുംബത്തിന്റെ അന്ധകാരം മാറി. എത്ര വ്യക്തികളുടെ അന്ധകാരം മാറി. ദേശം വിടിവിക്കപ്പെട്ടില്ലേ? ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു ജീവിതത്തിൽ വന്നാൽ ജീവിതം പ്രകാശപൂരിതമാകും. സാക്ഷാൽ ദിവ്യ വെളിച്ചമാകുന്ന യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ വീടിന്റെ അന്ധകാരം മാറും. സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ദേശത്തുയർത്തിയാൽ ദേശത്തിന്റെ അന്ധകാരം മാറും. ഇന്ന് രാത്രി മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപത്തിനെ ഉയർത്തിയാൽ ഈ ദേശം കൂടപ്പെട്ടവർ, ദേശനിവാസികൾ വിടുവിക്കപ്പെടും, വെളിച്ചത്തിലേക്ക് വരുമെന്നുള്ളതിന് തർക്കമില്ല. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ തൃപ്പാനപരത്തിൽ നീ മുട്ടുമടക്ക്, അടിയറവ് പറ. നിനക്ക് നിന്റെ കുടുംബത്തിനും രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത ചേർന്ന് പാടും. ഓ നിന്നെ യേശു ചേർന്ന് കൈയടിച്ച്. ഓ മരുവീനി നല്ല സമയം അമൃതാവാക്കാതെ നിന്നെ ഉല്ലക്കമായ അഴകു സമം അതു നമ്പാതെ മയക്കും നിന്നെ. ഉല്ലക്കമായ അഴകു സമം അതു നമ്പാതെ. ഓ മരണം ഒരു നാൾ വന്നിടുമേ. ഓ മറക്കാതെ രക്ഷകനെ. മരണം ഒരു നാൾ വന്നിടുമേ. മറക്കാതെ രക്ഷകനെ വരുവീ നല്ല സമയം പിതാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം സമയം അരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. സാക്ഷാൽ വെളിച്ചമാകും വന്നാൽ സകല അന്ധകാരവും മാറുമെന്ന്. അത് ഇങ്ങനെ പോയാൽ ഞാൻ മിക്കവാറും പണ്ട് CS പ്രസംഗിച്ച പോലെ ഒക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് മകന്ന് കോഴി കൂവൻ പറഞ്ഞു, മിണ്ടാരിയുടെ കോഴി തെറ്റി കൂവിയതാന്ന് പറഞ്ഞു. അപ്പൊ ചെന്ന് നല്ല
അപ്പച്ചനൊക്കെ ആരായിരുന്നു? ദൈവത്തിന് മഹത്വം. ഏതായാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗം അത് എവിടാ, എങ്ങനെ, അതൊക്കെ യെശയ്യാ പ്രവചിച്ചത്. ഇനി ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. നമ്മൾ എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി ചില കാര്യങ്ങൾ പറയാം. എന്തായാലും ഇന്ന് രാത്രി വായിച്ചത് യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണല്ലോ. മോളെ ഒന്നുകൂടെ അത് വായിച്ചു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ പ്രാരംഭവാക്യം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. നിങ്ങൾക്കറിയാം 58 അധ്യായം ഉപവാസ പ്രാർത്ഥനയുടെ ക്രമീകരണങ്ങളാണ്. എങ്ങനെ ഉപവസിക്കണം, ഉപവസിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസം, വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം, ഇതൊക്കെയാണ് 58 അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതിന്റെ 6 മുതലുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ ആ കാര്യങ്ങളൊന്നുകൂടെ ബോധ്യപ്പെടുന്നുണ്ട്. വായിച്ച് 6 മുതൽ ചടികടാന്ന് മക്കളെ. നിങ്ങൾ മോടെ പേരെന്നാ? സ്റ്റെഫി. മോടെ പേരെന്നാ? സ്റ്റെഫിയും ലിയോണായും ചടികടാന്ന് വായിക്കണം കേട്ടോ. വായിച്ചു. 58:6 വായിര് സ്റ്റെഫി തന്നെ വായിക്കും. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അന്യായ ബന്ധനങ്ങളെ അടിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പിന്നെ പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അപ്പോൾ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം, വ്യവസ്ഥ തെറ്റിയുള്ളത്. രണ്ടും ആ ഭാഗത്തുണ്ട്. വിഷയം അതല്ലാത്തത് കൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നീ വ്യവസ്ഥ പ്രകാരം ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. വ്യവസ്ഥ തെറ്റി ഒന്നും ചെയ്യരുത്. എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. അയലത്തുകാരോട് മിണ്ടാതിരുന്നിട്ട് കുഞ്ഞമ്മേ നീ കഞ്ഞിയും വെള്ളം കുടിക്കാതിരിക്കരുത്, നിന്റെ ഉടലുണങ്ങും. അയലത്തുകാരുമായിട്ട് വഴക്കാണെങ്കിൽ ഉപവാസത്തിന് നിൽക്കുന്നതിന് മുന്നേ അവിടെ ചെന്ന് പറയണം, ശാരദേ നമ്മൾ തമ്മിൽ അതിര് തർക്കമാ, ഞാൻ മേലോട്ട് പോകാൻ നിൽക്കുക, എനിക്കിതൊന്നും ഇനി വിഷയമല്ല, വിട്ടുകള എന്ന് പറഞ്ഞേച്ച് കയ്യും കൊടുത്ത് ശാരദയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തേച്ച് വേണം. ഇന്നാളൊരുത്തി പറഞ്ഞു കോവിഡാണ്, അതുകൊണ്ട് ശാരദയ്ക്ക് ഉമ്മ കൊടുക്കണ്ട. എന്നാലും നീ അവളുമായിട്ട് രമ്യതപ്പെടണം. മനസ്സിലായോ? നിങ്ങൾ രണ്ട് പറഞ്ഞു. ഞാൻ തങ്കമ്മയോടാ പറഞ്ഞത്. ഉമ്മ കൊടുക്കണമെന്ന് പറയുമ്പോൾ തങ്കമ്മ കൊടുത്താൽ മതി ശാരദയ്ക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, അമ്മായിയമ്മയെ അന്വേഷിക്കാതെ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ നീ കുത്തിയിരുന്ന് ഉപവസിക്കരുത്. ആ തള്ളക്ക് കൊടുക്കേണ്ടതൊക്കെ സാഹചര്യം അനുസരിച്ച് ചെയ്യണം. സഹോദരങ്ങളോട് പിണങ്ങി അലോഗ്യമുണ്ടാക്കിയിട്ട് നീ ഇരുന്ന് പ്രാർത്ഥിക്കരുത്, അമ്പേർ തല്ലി പൊട്ടിക്കരുത്. അവനോട് പറയാം അടിക്കണ്ടാന്ന്. അവൻ നിന്ന് അടിക്കുക, പോരുകാള അടിക്കും പോലെ അടിക്കുക. അടിച്ച് അമ്പേറിന്റെ ഒരു വശം മൊത്തം പൊട്ടിച്ച്. പണ്ട് പിന്നെ നമ്മുടെ വയ്യാറ്റപ്പുഴ കുഞ്ഞുട്ടിച്ചാൻ അത് എടുത്തുകൊണ്ട് കറങ്ങിയതുപോലെ അടിച്ചു പൊട്ടിയപ്പോൾ കൈ അതിനകത്ത് കയറി. അത് കൊടുത്തോണ്ട് പുള്ളി കറങ്ങി ആൾക്കാരുടെ ഓടി പിത്തളയുടെ അമ്പാറല്ലയോ തലയിലെങ്ങാനും വീണ. നീ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്യണം. അപ്പോൾ വ്യവസ്ഥ പ്രകാരം, എന്റെ വിഷയമല്ലാത്ത കൊണ്ട് അധികം വിസ്തരിക്കുന്നില്ല. വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. വ്യവസ്ഥ പ്രകാരം ഉപവസിച്ചാൽ നിന്റെ അന്ധകാരത്തെ മധ്യാഹ്നം പോലാക്കും. പ്രൈസ് ദി ലോർഡ്. കേടുപോക്കുന്നവൻ എന്നുള്ള പേര് ദൈവം നിനക്ക് തരും. മാത്രമാണോ നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് നടക്കും. മാത്രമല്ല നിന്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ ദൈവം തകർക്കും. പ്രൈസ് ദി ലോർഡ്. മാത്രമാണോ പുരാതന ശൂന്യങ്ങളെ ദൈവം പണിതു തരും. എല്ലാം ഞാൻ വിസ്തരിക്കുന്നില്ല, ഉപവാസ പ്രാർത്ഥന അല്ലല്ലോ. അങ്ങനെയൊക്കെയാണ് വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. എന്നിട്ട് 59 അധ്യായത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ സാധാരണ പറയുന്നത്, 58 അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നീ പതറരുത്. ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല.
ഒന്നുകൂടെ പറയാ, 58-ാം അധ്യായത്തില് അവൻ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്ത് ഞരങ്ങുന്ന ദൈവത്തിന്റെ പൈതലേ, സഹോദരിമാരെ, സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, നിങ്ങൾ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവസങ്ങളിൽ, ആ ആഴ്ചകളിൽ, ആ മാസങ്ങളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് മടുത്തു പോകരുത്, ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്. ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. യഹോവയുടെ കൈ കുറുകിയിട്ടില്ലെന്ന്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന്റെ കൈ ശക്തിയുള്ള ഭുജമാണ്. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? കരത്തിന്റെ വിശേഷത അതൊക്കെ അടുക്കടുക്കായിട്ട് പ്രസംഗിക്കാനാ നിൽക്കുന്നത്. എങ്കിലും അധികം ദീർഘമാക്കുന്നില്ല, നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവത്തിന്റെ മഹത്വം, യഹോവയുടെ കരം, ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ എല്ലാം പ്രാർത്ഥന ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാകണമെന്ന്. ആർക്കും താല്പര്യമില്ല അവിടുത്തെ തൃക്കരം നമുക്ക് വിരോധമായിട്ട് വരണമെന്ന്. എല്ലാവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും വാഞ്ചയും അവിടുത്തെ പൊൻകരം നമുക്ക് അനുകൂലമാകണമെന്ന്. എന്തുവാ ഈ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത? അത് അലങ്കാര ഭാഷയിൽ ഉത്തമഗീതത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ഇങ്ങനെ നിങ്ങൾക്കറിയാം. അവിടുത്തെ കൈകൾ, അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങളെന്നാ. വായിച്ചേ മോളെ, 5:14 പെട്ടെന്ന് വായിച്ചോ. ഉത്തമഗീതം 5:14. താള് മറിക്കുമ്പോൾ വലത്ത് വശത്ത് മുകളിൽ വായിരേ. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന, അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണ നാളങ്ങൾ. മതി 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 മതി. കൈയുടെ കാര്യമാണല്ലോ ഇപ്പൊ എടുത്തേക്കുന്നേ. കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് ഇടയച്ചെറുക്കനാകുന്ന ആ പ്രേമസ്വരൂപനാകുന്ന വീണ്ടെടുത്തതായ ഇടയൻ, അവൻ ആ സ്നേഹിച്ചവൻ, ചുംബിച്ചവൻ, കോരിയെടുത്തവൻ, ഉമ്മ വെച്ചവൻ, മാറോടണച്ചവൻ, വീട്ടിൽ കൊണ്ടുപോയവൻ, രക്ഷിച്ച നല്ല ഇടയച്ചെറുക്കനാകുന്ന പ്രേമസ്വരൂപന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് ഉത്തമഗീതം 5:10 മുതൽ താഴോട്ട്. എന്റെ ഭാഷ പറഞ്ഞ തലമുടി മുതല് നഖം വരെ വർണ്ണിച്ചിട്ടുണ്ട്. ഇല്ലേ മോളെ? 10 വായിച്ചേ. നിങ്ങൾ രണ്ടും ചടി ചടാന്ന് വായിക്കു വച്ചേ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. ശിരസ് അതിവിശേഷമായ തങ്കം. പിന്നെ അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു. അവന്റെ കവിൾ സുഗന്ധ സസ്യങ്ങളുടെ തടവും നറും തൈകളുടെ വാരവും. അവന്റെ അധരം താമരപ്പൂവും പോലെ ഇരിക്കുന്നു. അത് മൂരൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്നു. അവിടുത്തെ തൃക്കരങ്ങൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. പിന്നെ അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. പിന്നെ അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽത്തൂൺ പോലെ. പിന്നെ അവന്റെ രൂപം ലെബനോനിലെ പോലെ, പിന്നെ ദേവദാരു പോലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവൻ എത്ര എന്റെ പ്രിയൻ, ഇവൻ എത്ര എന്റെ സ്നേഹിതൻ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ചോദിച്ചു, നീ ആരെ പറ്റിയായി പാടിക്കൊണ്ടിരിക്കുന്നെന്ന്. കുറെ നേരമായില്ല പാടുകയും ഇടയ്ക്കിടയ്ക്ക് നീ തുള്ളുകയും പിന്നെ ഏതാണ്ടെല്ലാം വിളിച്ചു പറയും, വിറ്ററി, പിന്നെ ഏതാണ്ടെല്ലാം ഈ പെണ്ണുങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ അവള് പറഞ്ഞു, എന്നെ രക്ഷിച്ച് വീണ്ടെടുത്ത ഇടയനെ പറ്റിയാ ഞാൻ ഈ പാടുകയും ഈ ചൊല്ലുകയും ഈ പറയുകയും. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടി ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തുക. അപ്പൊ ചോദിച്ചു, നിന്റെ പ്രിയനെ മറ്റ് പ്രിയന്മാരെക്കാൾ എന്തെങ്കിലും വിശേഷതയുണ്ട്? അവള് പറഞ്ഞു, വിശേഷത ഉണ്ടെങ്കിൽ അവനെ ഉള്ളല്ലോ. അതിനാ ഒരു തല, അത് തന്നെ വിശേഷതയല്ലേ? ഒരു തല അത് മതി. ഇതിനകത്ത് ആളതാമസം ഉണ്ട്, ഒരു തല മതി. 2 കൈ, കരുത്തുള്ള കൈയാന്ന് 2 മതി. എന്തിനാ? 2 കാല്, അതൊക്കെ ലക്ഷണം അതാ. സ്തോത്രം. ഒരു മൂക്ക്, 2 ചെവി, ഇതെല്ലാം അംഗപ്രത്യംഗ വർണ്ണന അങ്ങോട്ട് നടത്തുക. അവര് ചോദിച്ചു, എന്തുവാ വിശേഷതയെന്ന്. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിജയതയുള്ളൂ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു
1000 പത്താളെ നോക്ക്, അതിൽ എന്നേശു മുഖ്യനായുണ്ട്. അക്കരിങ്കാക്കയെ നോക്ക്, അതിൽ എന്നേശുവിൻ മുടിയുണ്ട്. അക്കരിങ്കാക്കയെ നോക്ക്, അതിൽ എന്നേശുവിൻ മുടിയുണ്ട്. പാടാൻ നേരമില്ല, അപ്പൊ ശ്രദ്ധിക്കുക. ഇവൻ അത്രേ എന്റെ പ്രിയൻ. ആ പ്രാണപ്രിയന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ് 5-ാമത്തെ യാഗത്തിന്റെ 10 മുതൽ കൊടുത്തിരിക്കുക. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുക, അവന്റെ കൈകൾ ഗോമേരകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളം. അവിടുത്തെ തൃക്കരത്തിന്റെ വിശേഷത 2 ലോകം ആ തൃക്കരങ്ങളിൽ പതിച്ചിരിക്കുന്നു. 1 ഗോമേരകം, 2 സ്വർണം. ചിലർ പറയുന്നത് ഒരു കൈ ഗോമേതകവും മറ്റേ കൈ സ്വർണമാണ്. അല്ല, ചിലരുടെ വാദം ഒരു കൈയിൽ തന്നെ ഗോമേതകവും സ്വർണവും പതിച്ചെന്ന. എന്തും ആയിക്കോട്ടെ, 2 ലോകത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഗോമേതകവും സ്വർണവും 2 വിഷയത്തെ കുറിക്കുന്നു. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. സ്വർണം അവിടുത്തെ രാജത്വത്തെ അല്ല അനുഗ്രഹത്തെ കാണിക്കുക. ഗോമേതകം അവിടുത്തെ ന്യായവതിക്ക് നടല. എന്താ ന്യായവതിക്ക് നടല എന്ന് പറയാൻ കാര്യം? ഗോമേതകം ദാൻ ഗോത്രത്തിന് നടല. ദാൻ ഗോത്രത്തെ പറ്റി ഗോത്രപിതാവാകുന്ന യാക്കോബ് ഭാവികാലം സംബന്ധിച്ച് പ്രവചിച്ചു വരുന്ന കൂട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള തിരുവചനത്തിൽ ദാൻ വടിയിലൊരു പാമ്പും അവൻ പാതയിലൊരു സർപ്പവും കുതിരകളുടെ കുതികാലിൽ കയറി കടിക്കും, പുറത്തിരിക്കുന്നവൻ മലർന്ന് നാഴ വീടും. ഇത് ന്യായവതിയെ കുറിക്കുന്നത് ആ ദാൻ ഗോത്രം. വിസ്തരിക്കുന്നില്ല. ഈ ദാൻ ഗോത്രത്തിന് നിഴലാണ് ഈ ഗോമേതകം. അഹരോന്റെ മാർപ്പതക്കത്തിൽ 12 കല്ലുകൾ വെച്ചതിൽ ഒരു കല്ലാണ് ഗോമേതകം. ആ ഗോമേതകം ദാൻ ഗോത്രത്തിന് നടലായിട്ട് നിൽക്കുന്നു. ദാൻ ഗോത്രം ന്യായവതിക്ക് നടല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നു. സ്വർണം രാജത്വത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കാണിക്കുന്നു. അവിടുത്തെ തൃക്കരത്തിന്റെ പ്രത്യേകത ഒറ്റവാക്കി പറയാ, അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. വചനമനുസരിക്കുന്നവരും വചനത്തെ ബഹുമാനിക്കുന്നവരും വചനത്തിൽ അനുസരിച്ച് ജീവിക്കുന്നവരും വചനത്തെ ഉയർത്തുന്നവരും. വചനം യേശുവാണല്ലോ. ആദിയിൽ വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടി, ആ വചനം ദൈവമാ. അവൻ നമ്മുടെ ഇടയിൽ പാർത്തവന്. ആ വചനത്തെ അംഗീകരിക്കുന്ന, ഏറ്റെടുക്കുന്ന, അനുസരിക്കുന്ന, ഉൾക്കൊള്ളുന്ന, അതിന് മുഖവില കൽപ്പിക്കുന്നവർക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവദാസന്മാരോടും ദൈവസഭയോടും ദൈവിക ശുശ്രൂഷയോട് മറുത്ത് മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. ഒന്നുകൂടെ ഒറ്റവാക്കി പറയാം, അനുസരിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ കരവും മറുത്ത് മത്സരിക്കുന്നവർക്ക് ഇത് ന്യായവതിയുടെ കരമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ന്യായവതിയുടെ കരമാകരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കും ഇക്കരം ഭാരത്തിന്റെ കരമാകരുത്. ഇന്ന് രാത്രി ഇവിടെ വന്നവരും ഓൺലൈനിൽ ആയിരിക്കുന്നവർ, സമീപവാസികൾ, അവ ശബ്ദസീമയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ കരം അനുഗ്രഹത്തിന്റെ കരമായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എതിർക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. തെളിവൊത്തിരിയുണ്ട്. മിസ്രയീം ദേശം മുഴുവൻ ബാധ. അപ്പോൾ ബാധ ഘടനപ്പെട്ടുള്ള ഒരു ബാധയാണ് ഈ തവളയും പേനുമെല്ലാം. പേനെ കൊണ്ടങ്ങ് പൊറുതി മുട്ടി. അടിയെടുത്ത് നിലത്തെ പൊടി അടിച്ചപ്പോ പൊടി മുഴുവൻ വേനയല്ല വേനായി. അവൾ നിലത്തെ പൊടി അത് മുഴുവൻ പേൻ എല്ലാം ചൊറിഞ്ഞും ഈരുവലിച്ചു ഇരിക്കുക. രോഗത്തിന് വന്നിട്ട് അല്ലേ ബാധയാന്ന്. പിന്നെ ഈരോലി എടുത്ത് കയറ്റി വെച്ച് വലിച്ചിട്ട് ഇത് പോകുന്നില്ല എന്നുള്ളതാ ബാധയാ. തോത്തണം ഏതാണ്ടെല്ലാം കൊണ്ട് ആരാണ്ട് പറഞ്ഞ് പിന്നെ ഉലുവ അരച്ച് ഉലുവ കാപ്പിക്കകത്തിട്ട് കുടിക്കുന്നില്ല, നീര് പറ്റും. അതല്ലേ തേച്ചേച്ച് ബാധയാണ്. അപ്പോ നിലത്തെ പൊടി മുഴുവൻ പേൻ. വടിയെടുത്ത് നിലത്തടിച്ച് പൊടി പേൻ. മന്ത്രവാദികളും നിങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, ഒത്തില്ല. അപ്പോൾ മന്ത്രവാദികൾ പറയുന്നൊരു പദമുണ്ട്, ഇതേ തിരുമേനി എണ്ണക്കേടല്ല. പുള്ളി പറഞ്ഞത് എണ്ണക്കേടാ, ഞാൻ ബലാ കുളിച്ചാതിയാ തേച്ചോണ്ടിരുന്നത്, ഇപ്പൊ അസനമനിട്ടാതിയാ തേക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത്, എണ്ണക്കേടല്ല. പൊരുത്തം പറഞ്ഞ് ക്ലൈമറ്റ് തിരുമേനി ആ സൈഡിൽ ഇരുന്ന് കാറ്റ് കൊള്ളുന്നതാ, ഈ ചൊറിച്ചിലല്ല. ചൊറിഞ്ഞുന്ന കാറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരവാടാ.
സ്തോത്രം. ഇത് ഭക്ഷണത്തിന്റെ ക്രമീകരണം അല്ലല്ലോ, ഇത് ഭക്ഷണക്കേടല്ല, എണ്ണക്കേടല്ല, ക്ലൈമറ്റ് മാറിയതല്ല, ഒന്നുമല്ല, ദൈവത്തിന്റെ കരമാ. വായിച്ച 8:18 പെട്ടെന്ന് വായിച്ചോ മോളെ. 8:18. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ മന്ത്രവാദത്താൽ പേനുളവാക്കാൻ നോക്കി, അവർക്ക് കഴിഞ്ഞില്ലതാനും. അടുത്തത്, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് പറയുക, ഇത് ദൈവത്തിന്റെ വിരല. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യാ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ ഭജിക്കുവാനും സത്യദൈവത്തെ ആരാധിക്കുവാനും ജീവനുള്ള ദൈവത്തിന് യാഗം കഴിക്കുവാനും ദൈവത്തെ ഭജിക്കുവാനും ആരാധിക്കാനും നീ അവിടുത്തെ ജനത്തെ വിട്ടുകൊടുക്കാതെ തടുത്തു വെച്ച് തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവിധിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, ദൈവസഭയോടും ദൈവമക്കളോടും സുവിശേഷത്തോടും നീ കയറി ഉറക്കരുത്. ഉറച്ചാൽ ഞങ്ങൾ അടിക്കാൻ വരികയില്ല. തിരിച്ചടിക്കുന്ന മാർഗവും നമ്മുടേതല്ല. നമ്മളെ അടിച്ചാൽ നിന്ന് കൊള്ളുക. എന്നെയൊക്കെ അടിച്ചാൽ കൊണ്ട് ഊപ്പാട് വരിക, അല്ലാതെ ഓടാൻ പോലും ഒക്കുകയില്ല. നിങ്ങൾക്ക് അന്നേ പിന്നെ എടുത്ത് ഓടുകയില്ല. ഞാൻ നിന്ന് മേടിച്ച് താഴെ വീഴുന്ന അല്ലാതെ അടിക്കുകയില്ല. ഒന്ന് അറിയത്തില്ല, 2 പേടിയാ. അയ്യോ, എന്നെ പോലെ പേടിയുള്ളവർ നമ്മുടെ മാർഗമല്ല. പക്ഷേ സാധുക്കളാകുന്ന ദൈവദാസന്മാരെയും സുവിശേഷ പ്രവർത്തകരെയും സുവിശേഷ വേലയെയും പരമാർത്ഥ മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന സഭാഗോളുകളിലൊക്കെ കയറി ഉപദ്രവിക്കുകയും പീഡകൾ നടത്തുകയും ചെയ്യുന്ന ബിരുദന്മാരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോട് വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാം, ഞങ്ങൾ തിരിച്ചടിക്കത്തില്ല. അവൻ ഞങ്ങളുടെ മാർഗവും ഇതല്ല. ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പെന്തിക്കോസുകാരുടെയും കാര്യമല്ല. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാട് പാലിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. തിരിച്ചടിക്കത്തില്ല. പക്ഷേ വേറൊരു കരം ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു കരം ഉയരത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഹെരോദാവ് കൈ നീട്ടിയെന്ന. അങ്ങനല്ലേ മോളെ? പെട്ടെന്ന് വായിച്ചേ. 12:1 പെട്ടെന്ന് വായിച്ചോ. പെട്ടെന്ന് വായിക്കും. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈ നീട്ടി. അവൻ കൈ നീട്ടി. ഇവന്റെ കൈ ഇച്ചിരി കരുത്തുള്ള കയ്യാ. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അപ്പൊ ഇവൻ കൈ നീട്ടി. ഇവന്റെ കൈ ഇച്ചിരി കരുത്ത. രാജാവല്ലേ, ഹെരോദാവ് സാമ്രാട്ടല്ലേ. ഇവൻ കൈ നീട്ടി. സഭ തിരിച്ച് കൈ നീട്ടിയില്ല. അടിക്കാനും ഇടിക്കാനും പോലെ സഭ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതാണ് നമ്മുടെ ആയുധം, പ്രാർത്ഥനയാ. അല്ലാതെ ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി ഈ കളി ഏതാണ്? ചുമ്മാ പോട്ടെല്ലാം പിടിച്ചു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കണ്ണു പോയപ്പോ എനിക്ക് മനസ്സിലായി. എടാ, തിരിച്ചടിക്കുന്ന മാർഗമല്ലെന്ന് നമ്മുടെ മാർഗം. വാളെടുത്ത് വെട്ടി മഹാപുരോഗത്തിന്റെ ദാസന്റെ കാറ് താഴോട്ടിട്ടപ്പോൾ യേശു പറഞ്ഞത് മറ്റേ കാതൂടെ വെട്ടണമെന്നല്ല, ആളുറയിലിട്. നമ്മുടെ മാർഗമല്ലിത്. ആളെടുക്കുന്നവൻ ഉറയിലിട്. കാതെടുത്ത് ഫിറ്റ് ചെയ്ത് നീ പൊക്കോളാൻ പറഞ്ഞു. യേശു മനോവേദനയോടെ നിൽക്കുക. അല്പം മിനിറ്റ് മുമ്പ് വിയർപ്പ് രക്തത്തുള്ളിയായി പ്രാണവേദനയിലായെന്ന. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമിതേ. പാപി എനിക്കായി നൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ.
പാപി എനിക്കായി ഒന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമിതേ. പാപി എനിക്കായി ഒന്തലറിടുന്ന പ്രിയന്റെ. അപ്പോൾ ഗെത്സമനെ വെച്ച് പ്രാണവേദനയിലായി. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. അവിടുന്ന് പ്രാണവേദനയിൽ നിൽക്കുമ്പോഴും ചെവി മുറിഞ്ഞു പോയവന്റെ വേദന ശമിപ്പിച്ചവനായ യേശു. അതാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. അല്ലാതെ അവൻ തല്ലി എന്ന് പറഞ്ഞാണ് ഈ ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിച്ച് കുറുവടി എടുത്തോണ്ട് സ്വത്രം ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളി അങ്ങനെ മൂലാന്തണ്ട് നോക്കി ഇടിക്കും. എന്നെ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ. നമ്മുടെ മാർഗം അല്ലെന്ന്. നീ ചെയ്യേണ്ട മാർഗം പറയാം. മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. അതിനൊക്കെ താല്പര്യമുണ്ടോ? നീ MLA പുറകെ പോകണ്ട, MP പുറകെ പോകണ്ട, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പുറകെ പോകണ്ട, മെമ്പറിന്റെ പുറകെ അവരൊക്കെ അവരെ ഏൽപ്പിച്ച കാര്യം ചെയ്യട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാ. ഈ ഉമ്മ ഇതിലെല്ലാം വായി നോക്കി നടന്നു വെച്ചാൽ അവന് ഇച്ചിരി കാശ് കൊടുത്ത് മറ്റവനും കൊടുത്ത് ഉടനെ അവൻ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അടുത്ത ആഴ്ച നിങ്ങളുടെതാ. ഏറെ പോടാ ചുമ്മാ നിന്റെ കുന്തം ചർച്ച ചെയ്തു. ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയല്ലെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇനി ഭരിക്കും ആരാ? യേശു ക്രിസ്തു. അതാണല്ലോ ദാനിയേൽ പ്രവചനം. ആ 2-ാം അധ്യായത്തിലെ കല്ലിന്റെ വിഷയം ഒന്നും പ്രസംഗിക്കാൻ എനിക്ക് വേണ്ടതുപോലെ അറിയത്തില്ല. അതുകൊണ്ടാ കൈ തൊടാതെ ആ ഒരു കല്ല് തലതങ്കം കൊണ്ടും നെഞ്ചും കയ്യും വെള്ളി കൊണ്ടും വയറു വരെയും താമരം കൊണ്ടും തൊട ഇരുമ്പ് കൊണ്ടും കാലിന്റെ പാതി ഇരുമ്പും പാതി കളിമണ്ണും അങ്ങനെ നിൽക്കുമ്പോഴാ കൈ തൊടാതൊരു കല്ല് വേളി ഒരു വരവിഞ്ഞോട്ട് വന്ന് പറ്റിയടിക്ക് തവിട് പൊടിയാക്കി. അത് യേശുവിന്റെ നിത്യരാജ്യത്വമാണ്. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലു പാതാന്തികെ ചെന്നു. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലു പാതാന്തികെ ചെന്നു. ഉന്നതമായ ഗിരിക്കുമേൽ നിന്ന് വന്നിട്ടും കല്ലു പാതാന്തികെ ചെന്നു. ചൂർണീകരിക്കും രാജ്യങ്ങളാണ് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞുവാൻ. 5-ാം രാജ്യം ഉണ്ടാമേ പരവ. 5-ാം രാജ്യം ഉണ്ടാമേ. തുഞ്ചിടാത്ത കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാത്ത കേൾക്കിൽ നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാത്ത കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചിടാത്ത കേൾക്കിൽ നെഞ്ചിലാനന്ദം വളർത്തും. 5-ാം രാജ്യം ഉണ്ടാമേ പരവ. 5-ാം രാജ്യം ഉണ്ടാമേ. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. ലോകരാജാക്കളിൻ കാലത്തു ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. ലോകരാജാക്കളിൻ കാലത്ത് ദൈവം ഭൂവിൽ പരത്തുന്ന നിത്യരാജത്വം. അന്യജാതിക്കങ്ങ് കൈവിടാ സത്യ. ഉന്നതന്റെ നന്ദനർക്ക് തന്നെയാണിതെന്ന് പോലും. ഉന്നതന്റെ നന്ദനർക്ക് തന്നെയാണിതെന്ന്. 5-ാം രാജ്യം ഉണ്ടാമേ പരവ. 5-ാം രാജ്യം ഉണ്ടാമേ. തുഞ്ചിടാത്ത കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചില്ലാത്ത കേൾക്കിൽ നെഞ്ചിലാനന്ദം വളർത്തും. 5-ാം രാജ്യം ഉണ്ടാമേ പരവ. 5-ാം രാജ്യം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ ആര് ഭരിച്ചാലും ശരിയാകുകയല്ലെന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്ന അയന്ന ഇരുമ്പും കളിമണ്ണും യോജിക്കത്തില്ല. ഇനി ഇവിടെ ശരിയായ ഭരണം യേശു വീണ്ടും ഭരിക്കാൻ വരും. അപ്പൊ ഇതിന്റെ നടുവിൽ ദൈവമക്കളെ ചെയ്യേണ്ടത് നീ കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റിംഗ് നടത്താനും അപ്പൊ റോഡ് ഉപരോധിക്കാനും ഒന്നും അല്ല നിന്നെ വിളിച്ചത്. നിന്നെ സുവിശേഷയ്ക്ക് വിളിച്ചെങ്കിൽ സുവിശേഷ നിന്റെ പരിപാടി എന്നാന്ന് പറയുക പ്രാർത്ഥനയാണ്.
പത്രോസന പറഞ്ഞ് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുക. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ളൂ, തിരിച്ചടി നമ്മുടെ മാർഗമല്ലെന്ന്, ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ഒരു കാര്യം പറയാ, എതിർക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ മന്ത്രവാദികൾ പറയാ, എന്റെ പൊന്നു തിരുമേനി, ഇത് എണ്ണക്കേടും വെള്ളക്കേടും ഭക്ഷണക്രമം ക്ലൈമറ്റ് അല്ല, ഇത് ദൈവത്തിന്റെ കൈയാന്ന് പറഞ്ഞു. ഇതുപോലൊരിക്കല് ഈ പെട്ടകം ഫെലിസ്തര് കൊണ്ടുപോയി, വിസ്തരിക്കുന്നില്ല. അവര് പെട്ടകം അങ്ങ് കൊണ്ടുപോയി. ഏലിയുടെ 2 പിള്ളേര് പോർക്കളത്തിൽ പട്ടു. ഹൊപ്പിനിയും പിന്നേകാസും മാര് തീർന്നു. മൂപ്പില പുറകോട്ട് വീണ് കടുത്തൊടിഞ്ഞ് ചത്തു. നമ്മളായിരുന്നെ മനോരമയെ കൊടുക്കുന്ന നല്ല ബോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം അയാൾ കടുത്തൊടിഞ്ഞ് ചത്തതാ. പിന്നെ അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല. ഞങ്ങളുടെ അച്ചായൻ ദീർഘവർഷം വേല ചെയ്ത് ഞാൻ കടുത്തൊടിഞ്ഞ് ചത്തു. അങ്ങനെ ഒക്കത്തില്ല കൊടുക്കാൻ, നാണക്കേടാ. അപ്പൊ എന്തായാലും നല്ല അന്ത്യം, അങ്ങനെ അങ്ങ് കൊടുക്കാം. പിനേകാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതിയാ. ദൈവത്തിന്റെ പട്ടകം പിടിപെട്ട് പോകുകയും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ട് മകത്വം ഇസ്രായേലിൽ നിന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ ഇഖാബോൻ എന്ന് പേരിട്ടു. അങ്ങനെ പെട്ടകം ഫെലിസ്തര് പിടിച്ചുകൊണ്ട് പോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അയാൾ പൊത്തു വന്ന് വീണു. പിറ്റേന്ന് വന്നപ്പം നേരെ ഇരുന്ന ദാഗോൻ താണ്ട ഉച്ചയും കുത്തി കിടക്കുന്നു. അവിടെ പറഞ്ഞ് എന്റെ ദാഗോനെ നേരെ ഇരിക്കാൻ പറഞ്ഞ് പുള്ളി എടുത്ത് നേരെ വെച്ചു. പിറ്റേന്ന് നിന്നപ്പോൾ അയാളുടെ കൈ ഉടലും എല്ലാം കൂടെ താണ്ട പിന്നെയും കിടക്കുന്നു. ദാഗോന്റെ ഗതികൾ. ദാഗോൻ പറഞ്ഞു, ഞാൻ ഇവിടെ മര്യാദയ്ക്ക് ഇരുന്ന ഇതെല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അവര് പറഞ്ഞൊരു പദമുണ്ട്, ഇതേ ദൈവത്തിന്റെ കയ്യാ. അതുകൊണ്ട് നമുക്ക് 5 എലി, 5 മൂലക്കുരു, 5 ചെല്ലം ഇതെല്ലാം കൂടെ ക്രമപ്പെടുത്തി ദൈവത്തിന്റെ പെട്ടകം അത് എടുത്ത് അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. ഇവിടെ വെക്കണ്ട, ഇവിടെ വെച്ചാ ദാഗോൻ പുറക്കിയല്ല, അയാൾ പൊത്തോന്ന് താഴെ വീടും. അതുകൊണ്ട് ദാഗോന്റെ അടിസ്ഥാന വിളക്കുന്നതാ പെട്ടകം. ഞാൻ ദാഗോനാ ഗീഗോനാന്നും പറഞ്ഞ് നീ മൂച്ചിട്ട് വന്നാൽ അടിച്ച് നിന്റെ ആദ്യം വലത്തെ ഒരം ഇറക്കും, പിന്നെ ഇടത്തെ ഒരം ഇറക്കും. ഞങ്ങളല്ലെന്ന് സ്വർഗത്തിലെ ദൈവം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പ്രമാണം തിരിച്ചടിയല്ല, നമ്മുടെ പ്രമാണം പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അവര് പറയുക, ഇത് ദൈവത്തിന്റെ കൈ. പക്ഷേ മൊബൈൽ പിന്നെ നോക്കാം, സമയം നോക്കിയതാണോ? പിന്നെ എന്നാ നോക്കിയതാ? ഏത് വേർഡ്സാ? മോള് വായിച്ചേ, 5:5 വായിച്ചേ. ശൗമേലിന്റെ 1-ാം പുസ്തകം 5:5. കണ്ട വലത്ത് വശത്ത് മേളിലെ കണ്ണിക തുടങ്ങുന്നിടത്ത് പെട്ടെന്ന് വായിച്ചു. സ്റ്റെഫി അല്ലേ? സ്റ്റെഫി വായിക്കും, പെട്ടെന്ന് വായിക്കും. താളിഞ്ഞോട്ട് മറിക്കും. വലത്ത് ആ കണ്ണിക തുടങ്ങുന്നത് 5:5 അല്ലേ? ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ എബനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. എബനേസറിൽ നിന്ന് അസ്തോദിലോട്ട് കൊണ്ടുപോയി. എക്രോനിലൊക്കെ കൊണ്ടുപോയതാ, ഇപ്പൊ ഇത് അസ്തോദിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ദാഗോന്റെ അരികിൽ വെച്ചു. അരികെയായിരുന്നു. അന്നത്തെ കൂട്ടൊരാളിരിക്കട്ടെന്ന് പറഞ്ഞു. അടുത്തത് പിറ്റേന്നാൾ രാവിലെ അസ്തോദ്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ കവിണ്ണു വീണ് കിടക്കുന്നത് ഇത്തയ്യെന്നും പറഞ്ഞ് കവിണ്ണു വീണ് കിടക്കുക. ഇത്ര ഉള്ളു ദാഗോൻ. അവർ ദാഗോനെ എടുത്ത് അയാളെ കിടന്ന് അക്കടപ്പ് കിടക്കുക, അല്ലാതെ പുള്ളിക്ക് എഴുന്നേക്കാനും വയ്യ. ഉടനെ അവരെല്ലാം കൂടെ പറഞ്ഞു, എന്നാ എന്റെ ദാഗോനെ എഴുന്നേക്കാൻ പറഞ്ഞ് പുള്ളിയെ പിടിച്ച് നേരെ ഇരുത്തി. നേരം ചൊവ്വന് ഇരിക്കാനും കിടക്കാനും മേലാത്ത ആളാ ദാഗോൻ. പിന്നെ അടുത്ത വീണ്ടും അവന്റെ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ കവിണ്ണു വീണ് കിടക്കുന്നത് കണ്ടു. പുള്ളിയും കവിണ്ണു വീണ് കിടക്കുക. എന്നെ കൊണ്ടൊന്ന് നോക്കുകയല്ലേ, എന്നെ കൊണ്ടൊന്ന് നോക്കുകയല്ലേ, എന്നെ കൊണ്ടൊന്നും കാജിനും പുണ്ണാക്കിനും നോക്കുകയല്ലേ എന്ന് പറഞ്ഞ് പുള്ളിയും കിടക്കുക. അടുത്ത വായിച്ചു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. അവന്റെ ഗതികേട്. അടുത്തത് ദാഗോന്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. ആർക്ക് വേണം നിന്റെ ഉടല്? അടുത്തത് അതുകൊണ്ട് ദാഗോന്റെ പുരോഹിതന്മാരും ദാഗോന്റെ ക്ഷേത്രത്തിൽ കടക്കുന്നവരും അസ്തോദിൽ ദാഗോന്റെ ഉമ്മരപ്പടിമേൽ ഇന്നും ചവിട്ടുമാറില്ല. വേണ്ട, ചവിട്ടണ്ട. അടുത്ത വാക്യം വായിച്ചു. എന്നാൽ യഹോവയുടെ കൈ അസ്തോദിയുടെ മേൽ ഭാരമായി. കണ്ടോ, ദൈവത്തിന്റെ കയ്യാ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ തെറ്റി, പ്രമേണം തെറ്റി. വ്യവസ്ഥയില്ലാത്തടത്തും പ്രമേണമില്ലാത്തടത്തും പ്രമേണമില്ലാത്തവരും ഇത് കൊണ്ടുപോയാൽ ചുമന്നാൽ വെച്ചാൽ ഈ കരം ന്യായവതിയുടെ കരമാണ്.
Praise the Lord. ഇന്ന് രാത്രി അധികം വിസ്തരിക്കുന്നില്ല. എതിർക്കുന്നവർക്കെല്ലാം എതിരായ കയ്യ, എന്നാൽ അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാ. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അതുകൊണ്ടല്ലയോ ബാബേൽ പ്രവാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ അഖാബ ആറ്റിന്റെ അരികത്ത് വെച്ച് ഒരു ഉപവാസം അങ്ങോട്ട് പ്രസിദ്ധം ചെയ്തു. 8:21 കിടക്കുക. ആ ഉപവാസം പ്രസിദ്ധം ചെയ്ത് വെച്ച് എസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ വന്നവർ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാകണം. വായിച്ചേ മോളെ, 22 വായിച്ചേ, 8:22 വായിച്ചേ. യഹോവ ശമൂവേലിനോട്, എസ്രായുടെ പുസ്തകം സ്റ്റെഫി പേടിക്കണ്ട, പതുക്കെ വായിച്ചാൽ മതി, സമയമുണ്ട്. ഞാനൊരു 12 നടത്തുള്ളൂ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്ക് ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും. ഇന്ന് രാത്രി നീ ദൈവത്തെ അന്വേഷിച്ചാൽ നിനക്ക് ഈ കൈ അനുകൂലമാണ്. നീ ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തെ അനുകൂലിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തിന്റെ പിന്നാലെ നീ നടന്നാൽ നിനക്കും നിന്റെ സന്തതിക്കും കുടുംബത്തിനും അനുകൂലമാണ്. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായ പിന്നെ ഒന്നും നീ പേടിക്കണ്ട. നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? ഈ കഷ്ടതയോ ദുഃഖമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തും അനർത്ഥങ്ങളോ വാളോ കെടുതികളോ ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ പിന്തിരിച്ചു കളയാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണെങ്കിൽ നീ പേരപ്പെടരുത്. നീട്ടിയാത്രക്കാരത്താലും പഠിച്ചുത്താൽ മജാലും നീട്ടിയാത്രക്കാരത്താലും പരിശുദ്ധാൽ മജാ ഓ തിരുവചനം ദൈവത്തിന്റെ ഭഗത്ത് അന്വേഷിക്കുന്നവർക്കല്ല അവിടുത്തെ തൃക്കര അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പലരും ദൈവത്തെ തപ്പി നോക്കി കണ്ടില്ലെന്ന് ദൈവം നിന്റെ സമീപത്തുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ തപ്പി നീ ഊരോട്ടം കൊണ്ടും പോകേണ്ട ദൈവം നിന്റെ അടുത്തുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ ഭജിക്കും നിനക്ക് നിന്റെ കുടുംബത്തിന് ഈ കൈ അനുകൂലത്തിന്റെ കൈയാണ്. ഓടിച്ചു മുമ്പോട്ട് പോകാം ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എതിർക്കുന്നവർക്ക് ഇക്കരം വിരോധമാ, ന്യായവതിയാ. എന്നാൽ അനുസരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്ക് അവിടുത്തെ തൃക്കൈ അനുഗ്രഹത്തിന്റെ കരമാണ്. ഞാൻ 1-2 വാക്യം പറയുക, എല്ലാം വിസ്തരിച്ചു പോകുന്നില്ല. ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് മോളെ എടുത്തു വെച്ചോ. ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ താഴോട്ട് വായിക്കണം. പിന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:7-8 വായിക്കണം. പിന്നെ യെഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 1-2 വായിക്കണം, എടുത്തു വെച്ചോണം. പിന്നെ യെഹെസ്കേൽ 37:1-2 തിരുവെടുത്തുകൾ വായിക്കണം. പിന്നെ മത്തായി സുവിശേഷം 8:2-3-4 വാക്യം വായിക്കണം. പിന്നെ മത്തായി 19:20, 21, 22 തിരുവെടുത്തുകൾ വായിക്കണം. പിന്നെ ലൂക്കോസ് 24:50 വായിക്കണം. ബാക്കി ഞാൻ പിന്നെ പറയാം. ആദ്യം ഉൽപ്പത്തി 32:22 മുതലുള്ള തിരുവെടുത്ത് വായിച്ചേ. വായിച്ചോ. കൊച്ചുങ്ങൾ പെട്ടെന്ന് വായിക്കും. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെയും. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യ. ചരിത്രം അറിയാം, പുസ്തകം പറഞ്ഞപ്പം അധ്യായം പറഞ്ഞപ്പോ കുറച്ചുകൂടെ മനസ്സിലായി. അവൻ എഴുന്നേറ്റു. ആരാ? ഏക്കപ്പ്. 2 ഭാര്യ, ലേയാമ്മയും റൈച്ചലമ്മയും. പിന്നെ തന്റെ 2 ദാസി ബിൽഗാമ്മയും ജിൽപ്പാമ്മയും. പിന്നെ 11 പുത്രന്മാരെ. അയ്യോ, രൂബേൻ മുതലേ യോസേഫ് വരെയുള്ളതായ 11 പുത്രന്മാര്. അന്ന് ബെന്യാമീൻ ജനിച്ചിട്ടില്ല. അവൻ അക്കരെ കയറി പിന്നെ സുക്കോത്ത് ഒക്കെ കഴിഞ്ഞ് പിന്നെ എപ്രാത്തിലോട്ട് പോകുന്ന വഴിയാ യവനെ ഈ തള്ള പ്രസവിക്കുകയും തള്ളയതോടെ ഇത് സമാപ്ത ഹുവ. അപ്പൊ എന്തായാലും കൊള്ളാം. രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റു. അങ്ങനെ ഉൽപ്പത്തി 32:22 രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റ്. ഞാൻ ഇടയ്ക്ക് പറയാ, ഇയാളങ്ങനെ രാത്രി എഴുന്നേക്കുന്ന ആളല്ല. പൂണന്റെ വീട്ടിൽ നിന്ന് വെച്ച് തന്തയ്ക്കേ കയറി
അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ നല്ല എടുപ്പിടും. ചേര പന്നിയലിയ വിഴുങ്ങിയതുപോലെ ഒരു സ്തോത്രം പോലും പറയാൻ അവന് പിന്നെ ആവതില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതിനാ സ്തോത്രം പറഞ്ഞ ഇവിടെ രാത്രിയിൽ യാക്കോബ് എഴുന്നേറ്റ്. പുള്ളിക്ക് അങ്ങനെ രാത്രി എഴുന്നേക്കുന്ന പതിവ് അധികമില്ല. അതിനാ ഇയോടി പുള്ളി സന്ധ്യയ്ക്ക് കിടന്നുറങ്ങുന്നവനാ. അതിനാ ഇയോടി ചേട്ടനെ പേടിച്ച് ഓടി ഒരു സ്ഥലത്ത് വന്നപ്പോ സൂര്യൻ വൈകി അസ്തമിച്ചുടനെ പുള്ളി ഓട്ടത്തിന്റെ ക്ഷീണവും പ്രയാസവും കൊണ്ട് നോക്കിയപ്പം കിടക്കാൻ പറ്റിയ സ്ഥലമാ. ആരും കൂടെ ഇല്ലല്ലോ. പുള്ളി അവിടെ അങ്ങ് കിടന്ന് തലയണയായിട്ടൊരു കല്ലും കിട്ടി അവിടെ കിടന്നങ്ങ് ഉറങ്ങി. സന്ധ്യക്ക് തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേനിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേനിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പാറയേ സങ്കേതമേ എനിക്ക നിന്നിൽ ചാടിടുന്നവർക്ക് ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാ ഏകനെന്ന് നീ കാറ്റു തീണ്ടുമ്പോൾ തുണയായാലും ഇല്ലെങ്കിൽ ഏകനെന്ന് നീ തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ കോവേനിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പാട്, ചിന്തിച്ച് ധ്യാനിച്ചു പാട്. കോവേനിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാ പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പാറയേ സങ്കേതമേ എനിക്കാനന്ദമേ നിന്നിൽ ചാടിടുന്നവർക്ക് ആശ്വാസമേ നിന്നാത്മബലം എനിക്കാനന്ദ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക. സന്ധ്യക്ക് കിടന്ന പുള്ളിയാ യാക്കോബ്. ഇപ്പൊ തന്റെ രാത്രിയായിട്ടും കിടക്കുന്നില്ല. കിടന്നിട്ട് കിടപ്പും രാത്രിയിൽ എഴുന്നേറ്റെന്ന് അങ്ങനെ ഒരു പതിവ് പുള്ളിക്ക് ഇല്ല. പുള്ളി രാത്രിയിൽ എഴുന്നേറ്റു. സ്തോത്രം, രാത്രിയിൽ എഴുന്നേറ്റു. രണ്ട് ഭാര്യ റാഹേലും രണ്ട് ദാസി ബിൽഗ ശില്പ 11 പിള്ളേരെയും കൂട്ടി യാബോക്ക് കടവ് കിടന്നു. വായിച്ചേ. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കിടത്തി. പിന്നെ തനിക്കുള്ളതൊക്കെയും അക്കരെ കിടത്തിയ ശേഷം യാക്കോബ് തനിക്ക് ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുള്ളവനോട് മല്ല് പിടിച്ചവനെ മല്ല് പിടിക്കയിൽ അവൻ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ പുരുഷൻ അവന്റെ തുടകിടെ തടം തൊട്ടു. പിന്നെ ആകയാൽ അവന്റെ തുടകിടെ യാക്കോബിന്റെ തുടകിടെ തടം മുളുക്കിപ്പോയി. പിന്നെ എന്നെ വിടുക, ഉഷസ്വദിക്കുന്നുവെന്ന് പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ദൂതൻ ചോദിക്കുക, നിന്റെ പേരെന്ത്? യാക്കോബ് എന്നാകുന്നവൻ പറഞ്ഞു, നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൂതൻ തിരിച്ചു പറഞ്ഞു. 33:4 വായിച്ച്. ഏശാവ് ഓടി വന്ന താഴെ ഏശാവ് ഓടി വന്നവനെ എതിരേറ്റ് ആലിംഗനം ചെയ്ത് അവന്റെ കഴുത്തിൽ വീണ് ചുംബിച്ച് രണ്ടുപേരും
കരഞ്ഞു. പശ്ചാത്തല ഭാഗം അധികം വിസ്തരിക്കുന്നില്ല എന്ന് പറയണമെന്നൊക്കെ ഉണ്ട്. ഇപ്പൊ അതിന് മുതിരുന്നില്ല. ആ പ്രധാന കാര്യം പറഞ്ഞങ്ങ് വിടുക. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യെ കുറുകിയിട്ടില്ല. ഇവിടെ ഇതാ യാക്കോബിനെ ദൈവം തൊട്ടു. യാക്കോബിനെ അവിടുത്തെ തൃക്കരം കൊണ്ടൊന്ന് തൊട്ടു. ആ തൊട്ടകരം ഇന്ന് കുറുകിപ്പോയിട്ടില്ല. ചരിത്രവും പശ്ചാത്തലവും ഞാൻ ചേട്ടൻ, എന്റെ ഭാഷയാ, ചേട്ടൻ ഇവനെ കൊടുവാളുമായിട്ട് നിൽക്കുക കൊല്ലാൻ. ഇവന് ചെറിയ ട്രിക്ക് കാണിച്ചതാ. ഇവന് ഇടയ്ക്കിടയ്ക്ക് ട്രിക്ക് കാണിക്കും. പണ്ട് ചേട്ടൻ വയലിൽ നിന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ ഇവന് വെളിമ്പ്രദേശത്ത് കുക്കറി ഷോ, എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പായസത്തിന് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത്? അവനെ ക്ഷീണിച്ച് വേട്ടയെല്ലാം കഴിഞ്ഞ് ആകെ ക്ഷീണിച്ച് വന്നപ്പോ അവൻ കുക്കറി ഷോ ചാനലുമൊക്കെ ഉണ്ട്. ഞാൻ ഭാഗമൊന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. പിന്നെ അമ്മയായിട്ട് ചേർന്ന് ഇവന് യുവജനോത്സവത്തിൽ ഫസ്റ്റാ ഫാൻസി ഡ്രസ്, അതിനും മിടുക്കനാ. കുക്കറി ഷോയ്ക്ക് ഇവൻ മിടുക്കനാ, യുവജനോത്സവത്തിലും പിന്നെ ഫസ്റ്റാ ഫാൻസി ഡ്രസ്. അതെല്ലാം തള്ളയും കൂടെ കൂടി ഫിറ്റ് ചെയ്ത് കൊണ്ട് അപ്പച്ചൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതാ. പക്ഷെ കുടുംബത്തിൽ നിൽക്കാൻ മേല. ഓടിയ ഓട്ടം ഉഷ പോലും ഒപ്പം ഓടി ഇവൻ രൂപാട് വന്നതാ. എന്തായാലും കൊള്ളാം, എല്ലാം പ്രതികൂലമായി. ഒടുവിലെ അങ്ങ് അമ്മാച്ചൻ്റെ നാട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പം അവിടുത്തെ പ്രത്യേകത പെണ്ണുങ്ങളാ അവിടെ ആടിനെയും പശുവിനെയും എല്ലാം പിന്നെ പെൺഭരണമാ സഭ. മേരിമാമ്മയുടെ സഭ എന്നല്ലേ പറയുന്നത്. ജോയിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ചിലയിടങ്ങളിൽ വീട്ടു പ്രാർത്ഥന അമ്മാമ്മയുടെ പേരിലാ പറയുന്നത്, തങ്കമാമ്മയുടെ വീട്ടിലാ പ്രാർത്ഥന. അപ്പം പിന്നെ യോയ്യോ ജോയിച്ചാൻ്റെ അവിടെ പുള്ളിയെ ഇതൊന്നും അങ്ങയാ ബില്ല് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം. അവിടെ ചെന്നപ്പോൾ രണ്ട് സഹോദരിമാര് ആടുകളെ വെള്ളം കുടിപ്പിക്കാൻ വന്ന് പുള്ളി കയറിയേറ്റ് കാര്യമെല്ലാം പരിഹരിച്ചു. പെങ്കൊച്ചുങ്ങൾ ഓടിച്ചെന്ന് അപ്പനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ. അപ്പൻ ചോദിച്ചു, നിങ്ങൾ നേരത്തെ ഇന്ന് വന്നത്? ഇന്നൊരു പാസ്റ്റർ അവിടെ വന്നായിരുന്നെന്ന് പറഞ്ഞു. പുള്ളി നേരത്തെ യോഗം നിർത്തി. ഇന്ന് വന്ന പുള്ളിയാണ് നേരത്തെയും കാലത്ത് വന്നു. ഇന്ന് ഞാൻ നിർത്തി. അപ്പം ചോദിച്ചു, നിങ്ങൾ പുള്ളി നേരത്തെ യോഗം നിർത്തിയെന്ന് പറഞ്ഞു. അതെങ്ങനെ? ഒറ്റ പ്രാർത്ഥനയ്ക്ക് വിടുതലായിരുന്നെന്ന് പറഞ്ഞു. കല്ല് ഉരുണ്ട് പോകുന്നു. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, പുള്ളി പാസ്റ്ററാണോ? പിന്നെ പാസ്റ്ററൊക്കെയാ. പുള്ളിയുടെ നിപ്പം നോട്ടമൊക്കെ കണ്ടപ്പം മനസ്സിലായി. ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. ഒരു 10:30 കഴിഞ്ഞ്. അത് മതി. 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നോട്ടമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഉപദേശിയാണ്. അപ്പം പറഞ്ഞ ഇടയിൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റും. IPC ആണോ ചർച്ചക്കോടാന്നോ അറിയാതെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ പുള്ളിക്ക് സമയം കൊടുക്കാതിരുന്നാൽ അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ. ഇങ്ങേര് ഒന്ന് കാണാൻ വന്നപ്പം പരുവക്കേട് നിൽക്കുക. അപ്പം മനസ്സിലായി ഇന്ന ആളാണ്. അവിടെ മുതൽ ഒരു ചുംബനമൊക്കെ കൊടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി. എന്തിനേറെ ആ വീട്ടിൽ ഏറെ വർഷം പാർത്തു. 2 പെൺപിള്ളേരെ കല്യാണം കഴിച്ചു. ഇഷ്ടം പോലെ കൊച്ചുങ്ങളും ഉണ്ടായി. സമ്പത്തും ഇഷ്ടം പോലായി. ഉള്ളി മറുകുള്ളതെല്ലാം കൂടെ കൊടുത്തു. പക്ഷേ ഇപ്പൊ ഇവിടെ നിൽക്കാൻ മേലാത്ത 2 കാര്യമാ. അളിയന്മാർ അത്ര നല്ലതല്ല. ഒരളിയൻ മറ്റേ അളിയനോട് പറഞ്ഞു, അളിയ അല്ല കൊച്ചേട്ടാ, നമ്മുടെ അളിയൻ ജേക്കബ് അളിയൻ ഇപ്പൊ അനുഗ്രഹമൊക്കെ പ്രാപിച്ചു. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, അവനിടയ്ക്ക് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. പ്രാർത്ഥനയൊന്നുമില്ലെന്ന് അച്ചായനെ കളിപ്പിച്ചാന്ന്. അച്ചായനെ ആർക്കെങ്കിലും, അച്ചായൻ ഇവനെ രാത്രി കളിപ്പിച്ചവനാ. ഇവന്റെ അപ്പനെ പട്ടാപ്പകല് കളിപ്പിച്ചു. ഇവന്റെ അമ്മായിയപ്പൻ ഇവനെ അർദ്ധരാത്രി കളിപ്പിച്ചു. ഇവൻ അപ്പന് കാഴ്ച ഇല്ലാത്തപ്പോൾ കളിപ്പിച്ചു. ഇവന് നല്ല കണ്ണും 2 തെളിഞ്ഞിരുന്നപ്പോഴാണ് ഇവനെ അമ്മാച്ചൻ കളിപ്പിച്ചത്. മനസ്സിലായോ? വിതയ്ക്കുന്നത് കൊയ്യുവേ, വിതയ്ക്കുന്ന കൊയ്യും. സ്തോത്രം, സ്തോത്രം. എന്തിനേറെ ഒടുവിൽ ഇവിടെ ഇപ്പം നിൽക്കാൻ വയ്യ. അപ്പോൾ യാക്കോബ് ഒരു തീരുമാനമെടുത്തു. വന്നു കയറിയെടുത്ത് നിൽക്കാൻ മേല, എല്ലാം പ്രതികൂലമാ. അങ്ങനെ യാക്കോബ് രാത്രിയിൽ എഴുന്നേറ്റ് ഭാര്യമാരെയും ദാസിമാരെയും പിള്ളേരെയും കൂട്ടി അമ്മാവിയപ്പന്റെ അമ്മാച്ചന്റെ വീട് വിട്ട് സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ തന്റെ ഹൃദയത്തിലൊരു വേദനയുണ്ട്. 20 കൊല്ലം മുമ്പ് കൊടുവാളുമായിട്ട് വെട്ടാൻ കൊല്ലാൻ നിന്ന ഏശാവ് അവിടെ ഉണ്ട്. ഇത് ഭാര്യമാരോടും പിള്ളേരോടും പറഞ്ഞാൽ ഇതുങ്ങൾ വരികയില്ല. എടി എൻ്റെ ചേട്ടായി എന്നെ കൊല്ലാൻ നിൽക്കാൻ നല്ല പറയും, പോകണ്ട, അത് എത്താന്നില്ല, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ കഞ്ഞിയൊക്കെ തരാന്ന് പറയും.
നിന്നാൽ അത്ര ശരിയാകുകയല്ല. തള്ളയുടെ വീട്ടിൽ നിന്നാൽ എപ്പോഴും തള്ളയ്ക്ക് ഒരു പിടിയുണ്ട്. ഇടയ്ക്ക് കയറി പറയും എൻ്റെ വീടാ ഭാഷ. അവനങ്ങോട്ട് വെള്ളം എടുക്കാൻ പോയ നേരത്താ അതൊക്കെ പറയുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് എന്തിനേറെ അങ്ങനെ വീട് വിട്ടു പോവുക. അങ്ങനെ പോയി എല്ലാം പ്രതികൂലമാ. യാബോക്ക് കടവിന്റെ തീരത്തെത്തി. തനിക്കുള്ള മുഴുവൻ അക്കരെ കടത്തി. പ്രതികൂലമാ. ചേട്ടൻ കൊല്ലാൻ നിൽക്കുന്നു. അമ്മായിയപ്പന്റെ വീട്ടിൽ നിൽക്കാൻ മേല. ഭാര്യമാരോടും പിള്ളേരോടും പറയാനും ഒക്കത്തില്ല. വളരെ പ്രതിസന്ധി. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ യാക്കോബ് വളരെ ഭാരപ്പെട്ടപ്പോൾ അന്ന് രാത്രി ദൂതനിറങ്ങി അവനെ തൊട്ടെന്ന് പണിനിയമത്തിൽ പല സ്ഥലത്തും ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുൻപും പിൻപും പഠിച്ചാൽ ദൂതൻ എന്നുള്ളത് യഹോവയായ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുക. ആ രാത്രി സർവജ്ഞനായ ദൈവം തന്റെ തൃക്കരം കൊണ്ട് യാക്കോബിനെ തൊട്ടു. ചോദിച്ചു, നിന്റെ പേരെന്താ? യാക്കോബിനെ സ്തോത്രം തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ പേരെന്താ? എന്റെ പേര് യാക്കോബ്. ഉപയോഗി കളിപ്പിക്കുന്നവനാ. നീ സത്യം പറഞ്ഞത് കൊണ്ട് നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പ്രഭു. മാത്രമാണോ പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, 10-20 കൊല്ലം മുമ്പ് വൈരാഗ്യബുദ്ധിയോട് കൊല്ലാൻ ഭാവിച്ച ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കഴുത്ത് വീണ് ചുംബിച്ച് കരഞ്ഞു. ഇന്ന് രാത്രി ഒറ്റവാക്കി പറയാ, ദൈവത്തിന്റെ കൈ നിന്നെ തൊട്ടാൽ നിന്റെ പേരും പ്രകൃതിയും സ്ഥിതിയും മാറും. നിനക്ക് വിരോധമായി നിൽക്കുന്നവൻ ഇന്ന് രാത്രി അനുകൂലപ്പെടും. പ്രതികൂലങ്ങളിൽ കൂടി പോകുന്ന ദൈവമക്കളോട് പറയാ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം കൊണ്ട് നിന്നെ സ്പർശിച്ചാൽ നിന്റെ പേര് മാറും, പ്രകൃതി മാറും, സ്ഥിതി മാറും, നിന്റെ അവസ്ഥയ്ക്കും മാറ്റം വരും. പ്രതികൂലമായി നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും ശുശ്രൂഷയ്ക്കും സഭയ്ക്കും വിരുദ്ധമായി നിൽക്കുന്നവരെ അനുകൂലപ്പെടുത്തി നിന്നോട് ചേർന്ന് ആരാധിക്കുവാൻ. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവര് നിന്റെ പക്ഷം ചേരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു സൈന്യം എനിക്ക് നേരെ പ്രളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്നവൻ, നിന്നെ രക്ഷിക്കുന്നവൻ, നിനക്ക് സഹായം തരുന്നവൻ, പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്നവൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. യാക്കോബിനെ തൊട്ടകര കുറുകിയില്ല. ഇന്ന് രാത്രി ഈ കരം ചിലരെ സ്പർശിക്കട്ടെ. അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ രാത്രി ദൈവം നിന്നെ സ്പർശിക്കുന്ന രാത്രിയാ. ഈ രാത്രി അവിടുത്തെ തൃക്കരം നിന്നെ സ്പർശിക്കുന്ന രാത്രിയാ. ഈ രാത്രി ദൈവം നിന്നെ തൊടുന്ന രാത്രിയാ. ഈ രാത്രി നിന്റെ ശരീരത്തിൽ ആവുള്ള കെടുതികൾ മാറ്റുന്ന രാത്രിയാ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയില്ല. യാക്കോബിനെ തൊട്ടകര കുറുകിയിട്ടില്ല. അനുഭവിക്കുന്നവരും രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. യാക്കോബിൻ ദൈവമെന്ന് നമുക്കുള്ളവൻ നമ്മെ ജീവ പര്യന്തം കാത്തിടുമേ. യാക്കോബിൻ ദൈവമെന്ന് നമുക്കുള്ളവൻ നമ്മെ ജീവ ഓരോ നിമിഷമൻ കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ ഇടുമേ. അവൻ ഓരോ നിമിഷവും കൃപ നൽകി നമ്മെ ഇടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. നമ്മെ നിത്യതയ്ക്കാൻ ഒരുങ്ങിടുമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവ കിടകയുറുകിയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല. ഇന്ന് രാത്രി ഈ കരം നിന്നെ തൊടാൻ പോകുകയാണ്. തൊട്ടാൽ എന്തോ സംഭവിക്കും? നിന്റെ പേരും പ്രകൃതിയും സ്ഥിതിയും മാറും. വിരോധമായി നിൽക്കുന്നവരെല്ലാം അനുകൂലപ്പെട്ടു വരും. പ്രൈസ് ദി ലോർഡ്. ഓടിച്ചു പറയാം. ഞാൻ ഇനി കൊച്ചുങ്ങളെ കൊണ്ട് വാക്യം വായിപ്പിക്കുന്നില്ല. അതല്ലേ മോളെ നല്ലത്. പിന്നെ താമസമാ. അതോ വായിക്കുമോ? എന്നാ ഒന്നുകൂടെ വായിച്ചേ. 19:7-8 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി. എഴുന്നേറ്റ് തിന്നുക. എഴുന്നേക്കാൻ പറഞ്ഞു. മാണ്ട് കിടക്കാതെ എഴുന്നേറ്റ് തിന്നുക. എന്നോടാണോ? അങ്ങോട്ട് നോക്കി വായിക്കു വെച്ചേ.
നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് എന്ന് പറഞ്ഞു. അടുത്തത് അവൻ എഴുന്നേറ്റ് തിന്നും കുടിച്ചു. തിന്നു കുടിച്ച് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഒരേ ബോളം ചെന്ന് മതി 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 മോളെ നന്ദി. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയില്ല. ഇവിടെ വായിക്കുന്നത് യാക്കോബിന്റെ ദൂതൻ 2ാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. ഉൽപ്പത്തി വായിച്ചത് യാക്കോബിനെ തൊട്ടു. രാജാക്കന്മാര് വായിച്ചത് ഏലിയാവിനെ തട്ടി. ഒരുത്തനെ തൊട്ടു, ഒരുത്തനെ തൊട്ടിട്ട് ബലപ്പെട്ടില്ലേ, നല്ല തട്ടു. ഈ ദൈവത്തിന്റെ തട്ട് മേടിക്കുന്നതിന് മുന്നേ ബേബി ഉടുമ്പളെ ബലപ്പെടുന്നതാണ് നല്ലത്. സ്തോത്രം. നീ തട്ടുകൊള്ളാൻ തന്നെ ഇരിക്കുക. അപ്പോൾ യാക്കോബിനെ തൊട്ടു, ഏലിയാവിനെ തട്ടി. തട്ടാൻ കാര്യമുണ്ട്. ഒരു തള്ള ഏതാണ്ടും പറഞ്ഞെന്നും പറഞ്ഞ അയാൾ യാകാൻ കിടക്കുന്നത്. തള്ള പറഞ്ഞ എന്റെ പ്രവാചകന്മാരെ കൊന്നെങ്കിലും എന്റെ ത്രിതനം തന്ന കൂട്ടത്തിൽ എന്റെ അപ്പച്ചൻ തന്നതാണ് എന്റെ പ്രവാചകന്മാര്. 450 400 850. എവിടെ അപ്പൻ സീദോനി രാജാവാക്കുന്ന ഇക്ബാലിന്റെ മകളായ ഇസബേൽ, അവളെ ആ ഗാവ് കെട്ടിയത്. അപ്പം തള്ളയാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അയാളിങ്ങനെ കിരീടം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ അയാൾക്ക് ചില വീടുകളിൽ അങ്ങനെയല്ല. തള്ളയാ കാര്യമല്ല പറഞ്ഞ അങ്ങേര് പറയും. ചിന്നമ്മ ഉണ്ടായിരുന്നു എന്നെ പുള്ളി പറ ഇല്ല ഇങ്ങനെ ഞാൻ ഇരിക്കട്ടെ ദൈവത്തിന്റെ മകൻ. എന്തായാലും ഈ തള്ളയാ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന അമ്മാമ്മയെ ക്രമീകരിച്ച്, ഡേറ്റ് അമ്മാമ്മയെ ക്രമീകരിച്ചത്, ആൾക്കാരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നതും. പിന്നെ എന്നിട്ട് പറഞ്ഞ അയാളെ പിടിച്ച് നാട് കൃതിയാക്കണമെന്ന് പറഞ്ഞു. ആരാ മനസ്സിലായില്ല? എല്ലാം അമ്മാമ്മ. നിങ്ങൾ കേട്ടിട്ടുള്ളത് പണ്ട് പഴയ ആൾക്കാർ പറയും അവരാച്ചനാണ്. അവരാണ് അവിടുത്തെ അച്ഛൻ. അവരാണ് അവിടുത്തെ അച്ഛൻ. എന്തായാലും ഇവള് ശുദ്രക്കാരിയാണ്. ശുദ്രപ്രയോഗം ചെയ്യുന്നവളാ ഇസബേല്, സീദോന്യ രാജാവാക്കുന്ന ഇക്ബാലിന്റെ പുത്രി ഇസബേല്. എന്തുവാ ഇവള് ശുദ്രപ്രയോഗം? അത് നമുക്കറിയാമല്ലോ. യേഹൂ ആത്മശക്തിയോടെ പണ്ട് ഇസ്രായേലിൽ വന്നപ്പോൾ യോരാം ചികിത്സയ്ക്ക് അവിടെ വന്നിരിക്കുക. മട്ടുപ്ലാവിലെ കൂടെ നടന്നപ്പോൾ പൊടി പറക്കുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ കണ്ടമാനം പൂഴി പറക്കുന്നു. അപ്പൊ പുള്ളി കണ്ണ് തിരുമി വെച്ചു നോക്കിയപ്പോൾ അയ്യോ, പൂഴി പറക്കുന്ന കൂടെ ഒരു കൊടി പറന്നു വരുന്നല്ലോ. അപ്പോൾ പിന്നെ കണ്ണെന്ന് നോക്കിയപ്പോ കൊടി മാത്രമല്ല, കൊടിക്ക് എമ്പളമുണ്ട്. ആ കൊടിയുടെ കീഴിൽ രഥമുണ്ട്. അപ്പൊ പിന്നെ കണ്ണ് ചിമ്മി നോക്കിയപ്പോ ഇതിങ്ങനെ ഓടി വരിക. കണ്ണു ചിമ്മി അങ്ങോട്ട് നോക്കിയപ്പോൾ ആ രഥത്തിനകത്തൊരുത്തം നിൽക്കുന്നു. പിന്നെ ഇമ വെട്ടിക്കാൻ നോക്കിയപ്പോൾ ആമൻ സ്തോത്രം ഒരുത്തം നല്ല പല എരിപരിയായിട്ട് നിൽക്കുക. ഉടനെ പറയുക, അയ്യോ കണ്ടിട്ട് ഇത് നിംഷിയുടെ മകനാകുന്ന ഏകു തളിക്കുന്നത് പോലെ ഇരിക്കുന്നു. അപ്പൊ കൂടെ നിന്നവൻ ചോദിച്ചു, അച്ചായൻ എങ്ങനെ ഇത് പിടികിട്ടി? മെസ്സേജ് വല്ലതും വന്നോ? വാട്സപ്പിൽ വല്ലതും വിട്ടോ? ആമൻ സ്തോത്രം. പിന്നെ വേറെ എന്തുകൊണ്ട് ഏതാണ്ടല്ലോ എന്നതാ ഫേസ്ബുക്ക് എന്തായാലും കുന്തമാട്ടെ. ഇതിനകത്ത് വല്ലതും വിട്ടോ? പുള്ളി പറഞ്ഞ ഫേസ്ബുക്കും വാട്സപ്പും കുന്തോങ്കോടാലിയല്ലടാ, ഭ്രാന്തം വരുന്നത് പോലാടാ വരുന്നത്. അതല്ലേ പ്രവാചകൻ തൈലക്കൊമ്പ് തൈലം നിറച്ച് നായകന്മാരിരുന്ന കൂട്ടത്തിൽ ചെന്ന് പറഞ്ഞു, നായക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പൊ ചോദിച്ചു, ആരോടാ? നിന്നോട് തന്നെ. എന്നാ പറഞ്ഞാട്ടെ. ഇല്ലില്ല, ഇവിടെ എല്ലായിട്ട് പറയുന്നതല്ല. വിളിച്ച് അകത്ത് ഉൾമുറി കൊണ്ടുപോയിരുത്തിയച്ച് തൈലക്കൊമ്പിലെ തൈലം അവന്റെ ശിരസിലോട് ചേച്ചി പറഞ്ഞു, ദൈവം നിന്നെ പ്രഭുവാക്കി രാജാവാക്കി അഭിഷേകം ചെയ്തിരിക്കുക. അഭിഷേകതകല ഇവന്റെ തലയിലോട്ട് വീണപ്പോൾ ഇവന് ഭ്രാന്ത. സ്വോത്രം. നീ എത്ര കൊല്ലമായി അഭിഷേകം പ്രാപിച്ച്? നീ ഇന്ന് വരെ ആയത്ത് കൈയടിച്ചോ തങ്ക? എല്ലാ ഞായറാഴ്ച വന്ന് കർത്തൃ മേടിച്ചെടുക്കും. നീ ഇത്രയും കൊല്ലം കൊണ്ട് 50 കിലോ ബ്രെഡ് തിന്നില്ലേ? 70 കൊല്ലമായി നീ ബന്ധിക്കോ. നീ ഒരു 50 കിലോ ബ്രെഡ് തിന്നേച്ചാ ഇരിക്കുന്നത്. ഒരു ടാങ്കർ ലോറി പിടിപ്പത് വീഞ്ഞ് നീ അടിച്ചു. ഇത്രയും കൊല്ലം കൊണ്ടേ. ചെല്ലാണ് സെക്രട്ടറിയും ട്രഷാറും ചിലര്, എല്ലാരും അല്ല, ചിലര് ബാക്കി വന്ന് അതുകൂടി കൂട്ടി അങ്ങ് കുടിക്കും. ഒരു തള്ളക്ക് കൊടുത്തപ്പോൾ മൊത്തം മരിച്ചു കുടിച്ചു. അതാണ് മുഴുവൻ കുടിച്ചു. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താ ഇത്ര ഒന്നും കിട്ടിയാ പോരാ, ആ ജഗനകത്തിരിക്കുന്നവിടെ തരാൻ പറയും. അല്ല
നോക്കിയപ്പോ അതിന് കീഴേ ഇരിപ്പുണ്ട്. ഒരു കാര്യം പറയാം, ഇവൻ അഭിഷേകത്തിൽ നിറഞ്ഞിങ്ങോട്ട് വരിക. യേഹു അഭിഷേകതകിലം ഇവന്റെ തലയിലോട്ട് വീണപ്പോ ഭ്രാന്ത, അത് ഭ്രാന്തം വരുന്നത് പോലെ അകത്ത് ഉൾമറിയിൽ കൊണ്ടുപോയി അഭിഷേകം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവന് ഭ്രാന്തനെ പോലെ എല്ലാം വിവരിക്കാൻ നേരമില്ല. ഭ്രാന്തനായ ആ ഭ്രാന്തനെ പോലെ വന്ന യേഹു വന്നപ്പോൾ യോരാൻ ചോദിച്ചു, യേഹുവേ നിനക്ക് സമാധാനമാണോ? മറുപടി, എനിക്കോ? എടാ, നിന്റെ അമ്മ ഇസബേലിന്റെ കൂടോത്രം ശുദ്രം ആ തന്ത്രം ഇങ്ങനെ കൊടികൊത്തു വാഴുമ്പോ എനിക്ക് വല്ല സ്വത്തതയുണ്ടോ? അപ്പോൾ ഇവള് കൂടോത്രം ചെയ്യുന്നവളാ, ഇവള് ശുദ്രക്കാരി, അവള് അഭിഷേകത്തിന് വിരോധമായിട്ട് പറഞ്ഞ് ഞാൻ കണ്ടിക്ക് വന്ന് കാച്ചിക്കളയി വന്ന്. ഇത് കേട്ടപ്പോ ഇയാള് പേടിച്ച് ചൂടച്ചെടിയുടെ കീടി ചെന്ന് കിടക്കുക. മതി കർത്താവേ മതി, ശുശ്രൂഷയൊക്കെ ചെയ്തു ശുശ്രൂഷകളിൽ ഇനിയും എന്നെ അങ്ങ് ഒത്തിരി ഓടി. പള്ളിക്കത്തോട്, പാമ്പാടി സെന്റർ, കോട്ടയം സെന്റർ, പിന്നെ ചാക്കോച്ചായന്റെ കാലത്ത് ഒത്തിരി ഓടി, PKCയുടെ കാലത്ത് ഓടി, പിന്നെ കാനം 14 മൈല്, വാഴൂര്, ചാമമ്പതാല്, തവളപ്പാറ, അങ്ങനെ ഒരു സ്ഥലമുണ്ട് തവളപ്പാറ. പിന്നെ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തു. 14 മൈല്, പുള്ളിക്കൊക്കെ പോലെ കണ്ണാടി അവറാച്ചന്റെ കാലം മുതലേ ഞാൻ പുള്ളി അറിയാവുന്നു. പിന്നെ മാട്ടയിലെ അമ്മണി, പിന്നെ ഞാൻ പോയതാന്ന് ഇവിടെ അടക്കത്തില്. പിന്നെ പൂതക്കുഴി തങ്കമ്മ, പീറ്റർ ബാസയുടെ വാഴു തങ്കമ്മ, കാനൻ ലീലാമ്മ. ഞാൻ വെറും ഭീതയാന്ന് ചിന്തിക്കരുത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തതാ. മതി കർത്താവ് എന്നെ അങ്ങ് ഹലവേടിച്ചരണ്ട് കിടക്കുക. തമ്പുരാനിത് കണ്ടിട്ട് ദൂതനെ അങ്ങോട്ട് വിട്ട് ഒറ്റ അടി കൊടുക്കാൻ പറഞ്ഞു. ദൂരം വന്ന് അടി അടിച്ച് തട്ടി അടി ഇടുന്നേരമേ പെട്ടെന്ന് കഴിച്ച് ചോടാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോറേബിലെത്തി. എത്ര ഭീതി കേട്ടതെല്ലും നടുങ്ങിടിലും ചൂരച്ചട്ടി തന്നലതിലുറങ്ങിടിലും ശത്രുഭീതി കേട്ടുതെല്ലും നടുങ്ങിടിലും ചൂരച്ചട്ടി തന്നലതിൽ ഉറങ്ങിടിലും വന്നുണർത്തി താഴു ഊതർ കനലടകൾ തിന്നു പുതനാക്കി നടത്തിടും ദിനം ദിനം. കൈയടിച്ച് ചേർന്ന് പാടും. ഓ കൃതനാക്കി നടത്തിടും എനിക്കായി കരുതാമൻ എനിക്കായി കരുതുവാൻ നികത്തിലില്ലേ ഒന്നോ ചുമത്തുവാൻ എനിക്കായി കരുതുവാൻ നികത്തിലില്ലേ ഒന്നോ ചുമത്തുവാൻ ഭാരമെല്ലാം നെഞ്ചമേ നിഞ്ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട പഞ്ചമുറി വേറ്റതാത് പഞ്ചമേ കിടൂ നെഞ്ചമേ നിഞ്ചഞ്ചലങ്ങൾ ഒന്നും വേണ്ട അമ്മൻ പഞ്ചമുറി വേറ്റതാത് തിരിച്ചുപോകിൽ ഒരു നാളും അങ്കലുണകൾ ഓർത്തു പുഞ്ചിരി തൂക്കിടുക നീ എന്നും മനമേ. തിരിച്ചുപോകിൽ ഒരു നാളും അങ്കലുണകൾ ഓർത്തു പുഞ്ചിരി തൂക്കിടുക നീ എനിക്കായി കരുതാമെന്നുടച്ചവൻ ശൈലവടമല്ല ദിരിമികമല്ല അടിമധുരമടമല്ല ഇന്ന് രാത്രി ഏലിയാവിനെ തൊട്ടകര കുറുകിയിട്ടില്ലെന്ന് വിസ്തരിക്കുന്നില്ല. ഞാനൊരു 5-8-10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ.
എന്നാ ചെയ്യാനാ? എന്തായാലും ഇത് 10:30 ആകുമ്പോൾ ആശീർവാദം പറയും. അപ്പൊ അതിനു മുമ്പ് പ്രസംഗം നിർത്തും. എന്താ ആയിക്കോട്ടെ, 10:30 ആകുമ്പോ ആശീർവാദം പറയും. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവദൂതൻ വന്ന് ഇവനെ തട്ടി എഴുന്നേറ്റ് ബലപ്പെടാൻ പറഞ്ഞു. ആഹാരം കഴിച്ച് ബലപ്പെടണം. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോറേബിലെത്തി. അധികം വിവരിക്കുന്നില്ല, ചരിത്രമൊക്കെ എടുത്ത് പറയേണ്ടതാ. ഒറ്റ വാക്ക് പറയാം. ഈ ഏലിയാവിനെ ദൈവം തൊട്ടപ്പോൾ മരണഭീതി മാറി, ചിത്തഭ്രമം മാറി, ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം എത്തിച്ചു. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ മരണഭീതി മാറാൻ പോവുക, നിന്റെ ചിത്തഭ്രമം മാറാൻ പോകുകയാ, നിന്റെ ഭീതിയെ ഇന്ന് രാത്രി അടിച്ചു മാറ്റാൻ പോകുകയാ. ചികിത്സ ചെയ്തിട്ടും ആമെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടും സൈക്കാട്രിയെ വരെ പോയി കണ്ടു, ആമെ മാറാതിരിക്കുകയല്ലേ. ഇന്ന് രാത്രി യേശു നിന്നെ തൊട്ടാൽ, ദൈവം നിന്നെ സ്പർശിച്ചാൽ, നിന്റെ ഭീതികളും ചിത്തഭ്രമങ്ങളും ആകുലതകളൊക്കെ മാറി നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്തും സ്ഥാനത്തും ദൈവം നിന്നെ എത്തിക്കും. എവിടാന്നറിയാമോ? ദൈവത്തിന്റെ പരഭാഗമാകുന്ന ഹോരേബിൽ. യാക്കോബിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയിട്ടില്ലെന്ന്. ഇടക്കത്തെ ഭാഗമെല്ലാം ഞാനങ്ങ് വിടുകയല്ല, ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. പ്രവാചകനെ കബാർ നദിയുടെ തീരത്ത് ടെൽ അബീബ് കോളനിയിലെ മൂപ്പന്മാരുമൊക്കെ ആയിട്ട് ഒന്നിച്ചിരിക്കുക. അപ്പം യഹോവയുടെ കൈ അങ്ങോട്ട് വന്ന് നീട്ടി മുടിക്കുത്തിന് പിടിച്ച് നേരെ പൊക്കി കൊല്ലാൻ കൊണ്ടുപോകാന്ന് പലർക്കും തോന്നിക്കാണും. താഴോട്ട് മേളിക്കൊണ്ടെങ്കിൽ താഴോട്ട് ഇടാനാന്നും തോന്നിക്കാണും. അല്ലല്ലല്ലല്ല, ദൈവത്തിന്റെ കരം വന്ന് തൊട്ട് മേളിലോട്ട് കൊണ്ടുപോയപ്പോൾ യഹസ്കേൽ എട്ടി വായിക്ക, ദിവ്യദർശനം കാണിക്കാനാ. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊട്ടാൽ നിനക്ക് ദിവ്യദർശനം തരും. പിച്ചും ഭ്രാന്തും പറയാതെയും ചള്ളും പൊട്ടും കാണാതെയും നീ ദിവ്യദർശനം കാണണം. അല്ലാതെ പാമ്പ് തറ കൂടിയിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കുന്നു. ഒരു വെട്ടുപോത്ത് കുത്താനായിട്ട് എമ്മാമ്മ ഞാൻ ഇവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടിയിട്ട് പുളിക്കക്കവലെ ചെന്ന നെടുമാവ് വഴിയാ ഓടിയത്. പോത്തന്റെ പുറകെ മട്ട് കണ്ടിരിക്കാതെ ദിവ്യദർശനം കാണ്. യേശുവിനെ പറ്റി കാണ്. നിനക്ക് വേണ്ടി രക്തം ചിന്തിയവനെ കാണ്. നിനക്ക് വേണ്ടി ക്രൂശിൽ തൂങ്ങപ്പെട്ടവനെ കാണ്. ഇന്ന് രാത്രി ആ കാഴ്ച കണ്ടാൽ നിന്റെ സകല സ്ഥിതിക്ക് മാറ്റം വരും. ദിവ്യദർശനം. യഹസ്കേലിനെ തൊട്ടപ്പോൾ അവിടുത്തെ കരസ്പർശിച്ചപ്പോൾ ദിവ്യദർശനം. വിസ്തരിക്കുന്നില്ല, കർത്താവിന് മഹത്വം. അതൊക്കെ നിന്ന് പറയേണ്ട കാര്യമാണ്. ദിവ്യദർശനം കണ്ടത് കൊണ്ട് അതിനകത്ത് കണ്ടെന്ന സകല അലങ്കോലവും പുള്ളിയെ കാണിച്ചു. ചുള്ളി കൊണ്ടുവന്ന് മൂക്കത്തോടിക്കുന്ന ശ്ലീഭാവന്തനം. 25 മുതുക് തിരിച്ച് കിഴക്കോട്ട് നോക്കി സൂര്യനെ ആരാധിക്കുന്നു. സൂര്യാരാധന അതും പുള്ളിയെ കാണിച്ചു. അന്നേരം രഹസ്യ അറയ്ക്കകത്ത് രഹസ്യപ്രതിഷ്ഠ നടത്തുന്നു. ചുവരയിൽ ഒരു ദ്വാരം ചെറുതാനം പറഞ്ഞ് കടന്നു പോകാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു. കുത്തിത്തുറക്കാൻ പറഞ്ഞു. കുത്തിത്തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വേറൊരു വാതില്. സ്തോത്രം. സ്ത്രീകളെല്ലാം കൂടെ വാതിൽക്ക് കിടന്ന് ഹമ്മൂസിനെ കുറിച്ച് നെഞ്ചത്തലച്ച് പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന് കരയുന്നു. ഇതെല്ലാം കാണിച്ചത് ആ കരം വന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ അനേകർക്ക് വെളിപ്പെടാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അനേകർക്ക് മറഞ്ഞിരിക്കുന്ന മാർമിക വിഷയം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. യഹസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല, യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല. ആമേൻ, സ്തോത്രം. ഏലിയാവിനെ സ്പർശിച്ച കരം കുറുകിയിട്ടില്ല, യഹസ്കേലിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. എന്തിനേറെ കർത്താവ് ആമേൻ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മത്തായി 5:6-7 അധ്യായമാണല്ലോ. ഗിരിപ്രഭാഷണം കഴിഞ്ഞ് പർവ്വത പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവേശു ആ മലയിൽ നിന്നോട്ട് ഇറങ്ങി വരുന്ന ആ വരവിന് ഒരുത്തം വന്ന് പറയാ, ഗുരോ സ്തോത്രം, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. ഒരു കുഷ്ഠരോഗി, അങ്ങനല്ലേ മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി എപ്പോൾ പർവ്വത പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്നു കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ
ശുദ്ധനാക്കി എന്ന് പറഞ്ഞാൽ എന്നോട് ആർക്കും മനസ്സില്ല, ഭാര്യയ്ക്കോ മക്കൾക്കോ ചാർച്ചക്കാർക്കോ അങ്ങനെയാണല്ലോ. കുറ്റം വന്നാൽ ആർക്കും മനസ്സില്ലല്ലോ. ഈ നല്ല കാലത്താണല്ലോ ആൾക്കാർക്ക് നമ്മളോട് താല്പര്യവും മമതയും അടുപ്പവും സ്നേഹവും. സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ പുനരാരും ഇല്ലെന്ന കവി പറഞ്ഞത് ഏറെക്കുറെ ശരിയാ. എന്നാൽ നമുക്ക് നല്ല അന്തരീക്ഷമാണ്, ചുമ്മാ ഇരിക്കുന്നതിന് നമ്മുടെ ബന്ധം പിടിക്കും. പിന്നെ എന്നാൽ ഗതികേടാന്ന് സ്വന്തം അനിയൻ പോലും നമ്മളെ കണ്ട, പുള്ളി നിങ്ങളുടെ ചേട്ടനല്ലേ, ഏതാ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ? കോത്തലെ വെച്ച് കണ്ടതാണോ? ഒരു തള്ളയുടെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നതാ. അവൻ പറയാ കോത്തലെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. കാരണം ഗതികേടാ, അതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ എല്ലാവരും തന്നെ കൈവിടും. ഒരുത്തർക്കും മനസ്സ് കാണുകയല്ല. എല്ലാ മനസ്സും വിരോധമായി പോയപ്പോൾ പിന്നെ അറ്റ കൈക്ക് വന്നിക്കുക, ഗുരു നിനക്ക് എന്നോട് മനസ്സുണ്ടോ? കുഷ്ഠരോഗിയുടെ പ്രമാണമൊക്കെ വിസ്തരിച്ചാ പറയേണ്ടത്, ഒന്നും വിവരിക്കുന്നില്ല. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, എല്ലാ മനസ്സും എല്ലാ ഹൃദയങ്ങളും എല്ലാവരും നിനക്ക് വിരോധമായിട്ടായിരിക്കും ഇപ്പം നിൽക്കുന്നത്. എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് കാണും. നീ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നീ ചിന്തിച്ച് നീ ആത്മഹത്യ പരിഹാരം. അല്ലല്ലല്ല, മദ്യപാനവും അല്ല പരിഹാരം, നാട് വിടുന്നതുമല്ല. യേശുവിന് നിന്നെ ആവശ്യമുണ്ട്. യേശുവിന് നിന്നോട് മനസ്സുണ്ട്. നിന്നോട് മനസ്സുണ്ട്. നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോട് ആർക്കും മനസ്സില്ല, ഈ മുക്കാലിലും പള്ളിക്കത്തോടും ഇവിടെ നിന്നുള്ള ആർക്കും എന്നോട് മനസ്സില്ലെന്നാ നിന്റെ ചിന്ത. അല്ലല്ല, ഈ യോഗം വെച്ചിട്ട് പറയാ യേശുവിന് നിന്നോട് മനസ്സുണ്ട്. യേശു കൈ നീട്ടി അവനെ തൊട്ടേച്ച് പറഞ്ഞ സ്നേഹിത മനസ്സുണ്ട്. അന്നേരം അവന്റെ കുഷ്ഠം മാറി. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത വിശ്വാസത്തോടെ വരുന്നവർക്ക് രോഗശാന്തി കൊടുക്കുന്ന കരമാ. ആ കരം ഇന്ന് രാത്രി കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയില്ല, യഗസ്തേലിനെ തൊട്ടകരം കുറുകിയില്ല, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ കരവും കുറുകിയില്ല. ഇന്ന് രാത്രി ആ കരത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാപൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാപൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തു. പ്രചരോരയായിരം ജനം അഞ്ചപ്പത സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണ. ഇന്ന് രാത്രി കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയ തൃക്കരം കുറുകിപ്പോയിട്ടില്ല. വിവരിക്കുന്നില്ല. ഞാൻ കൃത്യസമയത്ത് ആശീർവാദം പറയിപ്പിക്കും. നിങ്ങൾ ചിന്തിക്കണ്ട, എടാ പുള്ളി പറഞ്ഞെങ്കിലും അയാൾ പിടിവിട്ട് പോവുക. പിടിയുണ്ട്. പുസ്തകം ഞാൻ മടക്കി തണ്ട കൊടുക്കുക, പിടിച്ചു. വാച്ചും പിടിച്ചു, എല്ലാം പിടിച്ചു. അല്ല, നിങ്ങൾ ഓർക്കും അയാളെ ഇളക്കം കയറുമ്പോ അയാൾക്ക് ഉള്ള സൂക്കേടാണ്. അതുകൊണ്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല. ഈ കരം ഇന്ന് രാത്രി നിന്നെ സ്പർശിക്കും. 3 ദിവസം മുഴുവൻ തിരുവചനം കേട്ട ജനം, അയ്യോ ഒരു ബാലകന്റെ കയ്യിൽ സ്തോത്രം 5 അപ്പവും 2 മീനും. സ്തോത്രം. വേറെ ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ച ആൾക്കാർ പറഞ്ഞത് ഇത് അന്ത്രയോസിന്റെ മോനായിരുന്നെന്ന. അല്ലേ, സൂക്ഷം ചെന്ന് ചെറുക്കനെ പിടികൂടിയേ. ആയിക്കോട്ടെ, സ്തോത്രം. അവൻ 3 ദിവസം ഇരുന്ന് ഇങ്ങനെ വചനം കേട്ടു. അവന് ആ സ്വർഗീയ അപ്പം കിട്ടിയപ്പോ ഈ അപ്പത്തിന്റെ അവന് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അത് കേൾക്കുന്നെങ്കിൽ നമുക്ക് യവത്തപ്പോ നമ്മുടെ ഭാഷയെ പെട്ടെന്ന് പറ, അത് സാമ്പാർ വളിക്കാൻ സാധ്യത ഉണ്ട്. സ്തോത്രം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. സ്തോത്രം. യവനെ അങ്ങനെ കേട്ടപ്പോ ഇതങ്ങ് മറന്നു. അപ്പം എന്തിനേറെ ശിഷ്യന്മാർ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു യോഗം താമസിച്ചു പോയി, പെട്ടെന്ന് പറഞ്ഞു വീട്ടിൽ ഉടനെ ഇവിടെ ചായക്കടയൊന്നും ഇല്ല, ഉള്ളൊരു ചായക്കടയുണ്ട്, ചായ കുടിച്ചാൽ നമ്മൾ ഉടനെ ആ ഊപ്പാട് വരും. അങ്ങനെയൊക്കെയുള്ള ചായക്കടകളും ഉണ്ട്. യേശു ഇവരുടെ മനോഗതി മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ
അയ്യോ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലയോ എന്ന് ചോദിച്ചു. 5 അപ്പവും അതിങ്ങൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. വിസ്തരിക്കുന്നില്ല. 5 അപ്പവും 2 മീനും അവിടുത്തെ തൃക്കരത്തിലോട്ട് കൊടുത്ത്, തൃക്കരത്തിൽ 5 അപ്പവും 2 മീനും എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി. 5000 സംതൃപ്തിയേകിയൊരു 5000 സംതൃപ്തിയേകിയൊരു യേശുനായക വാഗജീവദായക നിരന്തം യേശുനായക വാഗജീവദായക. അപ്പൊ ശ്രദ്ധിക്കുക, 5 അപ്പവും 2 മീനും തൃക്കരത്തെടുത്ത് ദൈവത്തെ വാഴ്ത്തി കൊടുത്ത്, അയ്യോ വിളമ്പി 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 ഇതിങ്ങടെ ഊപ്പാടും വന്ന് തിന്ന് നിങ്ങളുടെ എല്ലാം ഊപ്പാടും വന്ന് ബാക്കി കൊട്ടയ്ക്കകത്ത് വീട്ടിലും കൊണ്ടുപോയി. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത, അവിടുത്തെ സേവിക്കുന്ന, വചനം കേൾക്കുന്ന, വചനം അനുസരിക്കുന്ന, വചനം വിശ്വസിക്കുന്നവരെ പോഷിപ്പിക്കുന്ന കരമാണ്. ഇന്ന് രാത്രി നിന്നെ പോഷിപ്പിക്കും. ആ കരം കുറുകിപ്പോയില്ല. കൊച്ചുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ ഗുരുവിന്റെ അടുക്ക വന്നപ്പോൾ ശിഷ്യന്മാർ കയറി ഉടക്കി. പിള്ളേരെ കൊണ്ട് പിള്ളേരുമായിട്ട് പോകും. ഇവിടെ സ്തോത്രം പ്രായമുള്ളവരുടെ കമ്മിറ്റിയൊക്കെ കൂടിക്കൊണ്ട് യേശു പറഞ്ഞ ശിശുക്കളെ തടയെടുത്ത് ഉപയോഗിച്ച അവരെ എൻ്റെ അടുക്കൽ ഇങ്ങോട്ട് വീട്. ഉമ്മ കൊച്ചുങ്ങളായി നീ സഭ കൊണ്ടുപോകേണ്ടത്, നീ ഉമ്മ പരുവക്കേടായി. ഈ കൈ ഓടിക്കല്ലോ സ്തോത്രമല്ലോ, നിനക്ക് ശ്വാസം മുട്ടല്ലോ. അതുകൊണ്ട് കൊച്ചുങ്ങൾക്ക് അവസരം കൊടുക്കണം, വാക്യം വായിക്കാനും പാടാനും പ്രാർത്ഥന. നീ ഉമ്മ ഇങ്ങനെ ജനലിന്റെ കമ്പിയപ്പെട്ടു നീ പോക്കടിക്കാറായി. അതുകൊണ്ട് കർത്താവ് വരാൻ താമസിച്ചാൽ കൊച്ചുങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ശിശുക്കളെ തടയരുത്, അവരെ എൻ്റെ അടുക്കൽ വിടുവീൻ. ആമേൻ. നമ്മുടെ തൃക്കരമെടുത്ത് ആ ശിശുക്കളുടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചു. എന്താ കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത? നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന കരമാണ്. ഇന്ന് രാത്രി നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കരമാ. നിന്റെ തലമുറ അണപ്പതിക്കാൻ നശിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ആ കരം ഇന്ന് രാത്രി കുറുകി പോയിട്ടില്ല. വിസ്തരിക്കുന്നില്ല. കർത്താവിന് മഹത്വം 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 മഹത്വം. ഒടുവിൽ അവിടെ നിന്ന് മരിച്ചു, അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞ പോലെ 3 ഉയർത്തു. അടിമ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ആ മറിയക്ക്, ഗേബാവിനെ, 12 മുറികടച്ചിട്ടപ്പോൾ എമ്മവസിപ്പോയവർക്ക്, ആ കടൽക്കരയെ വെച്ച് മറ്റ് ശിഷ്യന്മാർക്ക് 500-ലധികം പേർക്ക് പൗലോസിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഒടുവിൽ ആലപ്പോഴുള്ള എനിക്ക് ഇതിനിടയ്ക്ക് സഹോദരൻ യാക്കോബിന് ഒക്കെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ട് അവരുമായിട്ട് 40 ദിവസം ഇങ്ങനെ സഹവച്ച് കാര്യമെല്ലാം കൂടെ പറഞ്ഞ് ഒടുവിൽ ഇവരെയെല്ലാം കൂടെ കൂട്ടി ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തലപ്രവൃത്തി 1-4 മുതൽ താഴോട്ട് അന്ത്യകൽപ്പന എല്ലാം കൂടെ കൊടുത്തേച്ച് അവര് നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുക. അങ്ങനെ പോയി ഈ ശിഷ്യന്മാരിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. യേശു സ്വർഗത്തിലേക്ക് അല്ല, ഉണ്ടായിട്ട് പോയവനല്ല യേശു. കണ്ണടച്ചവൻ കണ്ടില്ല. പുള്ളി എന്ത് ചെയ്യും? നോക്കി നിൽക്കുക, മേളിലോട്ട് പോകുന്നേ. മേളിലോട്ടാ പോയതും മേളിലോട്ട് പോവുക, അങ്ങനെ പോവുക. അപ്പൊ ഈ നമ്മുടെ ഷൗമേൽ സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്ന പുള്ളി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പുള്ളി എഴുതി വെച്ചേക്കാം. ഒലിവന്നോതും മലയിൽ നിന്നു തിരുജനമരികിൽ നിൽക്കമേ ചരണമുയർന്നു ഗഗനെ ഗതനായി തദനരികിലമന്നുത. ചരണമുയർന്നു ഗഗനെ ഗതനായി തദനരികിലമന്നുത. ഒലിവന്നോതും മലയിൽ നിന്നു തിരുജനമരികിൽ നിൽക്കമേ ചരണമുയർന്നു ഗഗനെ ഗതനായി തദനരികിലമന്നുത. ചരണമുയർന്നു കാല് പൊങ്ങിയെന്ന് ചരണമുയർന്നു ഗഗനെ ഗതനായി തദനരികിലമന്നുത. ചരണമുയർന്നു ഗഗനെ ഗതനായി തദനരികിലമന്നു. അങ്ങനെ ചരണമുയർന്ന് ഗഗനെ ഗതനായി സ്വർഗത്തിലേക്ക് പോകുന്ന പോക്കിന് നാം ലൂക്കോസ് 24:50 വായിക്കുക. കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവര് ആ കരം ഇന്ന് ഉയർന്നിരിക്കുക.
അവനെ സേവിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അവനെ ആരാധിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, അവനെ അനുഗമിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ ഇന്ന് രാത്രിയിലും ആ കരം ഉയർന്നിരിക്കുക. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയില്ല, യഗസ്കേലിനെ തൊട്ടകരം കുറുകിയില്ല, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയില്ല, അപ്പമെടുത്ത് വാഴ്ത്തികരം കുറുകിയില്ല, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല, ഉയർത്തപ്പെട്ട കരം കുറുകിയിട്ടില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 2 ശീലി പാട്ട് പാടി നമ്മൾ നിർത്തി. എല്ലാവരും എഴുന്നേറ്റാണ്. എഴുന്നേറ്റ് നിൽക്കാന്നാ ഞാൻ പറഞ്ഞ് ഇറങ്ങി പോകാനല്ല. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് എഴുന്നേക്ക്, സമയം പോയി, ഇരുന്ന് ആലോചിക്കുക ഇനി എഴുന്നേക്കണമെന്ന്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തു